കഞ്ചാവ്, വാണവടി, പോക്സോ ഇങ്ങനത്തെ തീട്ട കേസുകൾ മാത്രമായിരുന്നു ഈ ഒരാഴ്ച. 79 വയസ്സുള്ള ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് ഒരാളും പറയില്ല. ഇതെന്തോ ഈ ഫ്യൂച്ചറൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത പോലത്തെ ഒരു സിനിമയായിരുന്നു. ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി അന്ന് തന്നെ എടുത്തു വെച്ചത്. ഇപ്പം റിലീസ് ചെയ്തത് കറക്റ്റ് സമയത്ത്. ഒരുപാട് അനൗൺസ്മെൻറ്റുകളും ഒരുപാട് സംഭവങ്ങളും പ്രശ്നങ്ങളും അടിപിടിയും എല്ലാം നടന്ന ഒരാഴ്ചയായിരുന്നു ഇത്. അനൗൺസ്മെൻറ്റൊക്കെ ഒരു ലോഡ് ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഈ ആഴ്ച എന്തൊക്കെ അനൗൺസ് ചെയ്ത് അതുകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു കുറേ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് തീട്ടക്കേസ് മാത്രമേ ഉള്ളൂ. ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. ഒരുത്തൻ പറയും ഒരുത്തൻ പോക്സാണ് പറയും, അവൻ പറയും ഇവൻ ഗേ ആണ് പറയും, ഇവൻ പറയും ഇവർ കച്ചാവാണ്. അങ്ങനത്തെ ഫുള്ള് ജഗമൊക്കെയാണ് ഇൻ്റർനെറ്റിൽ. ഇൻ്റർനെറ്റ് തുറന്ന കോമഡിയാണ്. ചിരിക്കാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരാഴ്ച. പിന്നെ ഏതാണ് സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടത് 2 സിനിമകളാണ്. ഒന്ന് ഒരു 79 വയസ്സുള്ള ഒരാളുടെയും ഒരു വെറ്ററനായിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെയും, അതുപോലെ അതേ ദിവസം 20 വയസ്സുള്ള വേറൊരു പയ്യൻ്റെയും. ലൈക്ക് 2 പേരുടെ സിനിമ എടുത്താലും ടോപ്പ് ടയർ സിനിമകൾ. അതായത് ഇനി ഇതിൽ കൂടുതൽ ഇതിനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ 2 സിനിമകൾ. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ദാറ്റ് ഡേ വാസ് വെരി ഗുഡ് ഫോർ മീ. ലൈക്ക് ഞാൻ ഇങ്ങനെ 2 സിനിമയെ കാണണ്ടേ കൊണ്ട് പോയതാണ്. പക്ഷെ പൊളിയായിരുന്നു. ലൈക്ക് രണ്ടെണ്ണവും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എന്തിനതൊക്കെ കണ്ട് ക്ഷീണോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരെണ്ണം കണ്ടു അത് അടിപൊളി, അടുത്തത് കണ്ടു അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അത് വേറെ തന്നെ ഒരു അടിപൊളി. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ടോപ്പ് നോച്ച് സിനിമകളായിരുന്നു 2 ഒരു ദിവസം കണ്ടത്. സോ ഇറ്റ് വാസ് വെരി ഓവർവെൽമിങ് ഫോർ മീ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ അതാണ് തിയേറ്ററിൽ പോയി കണ്ടത്. പിന്നെ അതാ OTTയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഫോർ ഓൾ ദ മാൻകൈൻഡ് ഞാൻ റീവാച്ചല്ല ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുക. ഒന്നുകൂടിയല്ല, ഫസ്റ്റ് ടൈമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 5th സീസൺ വരെ ഉണ്ട്. തീർക്കാൻ പറ്റിയില്ല. അത്രയും തിരക്കല്ല, തീർക്കാൻ പറ്റുന്നില്ല. അത് ഒരു ലോഡുണ്ട്. 10 എപ്പിസോഡ് വെച്ചിട്ട് 1 മണിക്കൂറിൻ്റെ ഇതുണ്ട്. ഞാനിപ്പോൾ 5th സീസൺ എത്തിയിട്ട് തേർഡ് ഓർ ഫോർത്ത് എപ്പിസോഡ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ വിഡോസ് ബേ ഈ ആഴ്ച ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങും. സോ അതും കാണുന്നുണ്ട്. വിഡോസ് ബേ ഒക്കെ ആകെ 20 മിനിറ്റ് അരമണിക്കൂർ കഷ്ടിച്ചുള്ളൂ. അതാണ് സീരീസ് എടുക്കുമ്പോൾ ഒരു എപ്പിസോഡ് മിനിമം ഒരു 1 മണിക്കൂറൊക്കെ എടുക്കണം അറ്റ്ലീസ്റ്റ്. അപ്പോഴേ നമുക്കൊരു കാണാനൊരിതുള്ളൂ. ഇത് നല്ല തന്നെ, ഒരു ഷോർട്ട് ആൻഡ് പെർഫെക്റ്റാണ് വിഡോസ് ബേ. മറ്റേത് കുറച്ച് ഇങ്ങനെ ഡ്രാമ സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 നല്ല തന്നെ. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ റീവാച്ചൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇതിപ്പോൾ വിഡോസ് ബേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇരുന്നാൽ രാത്രി നമുക്ക് പരിപാടി തീർക്കാം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ 2 ആഴ്ചയായി ഫോർ ഓൾ ദ മാൻകൈൻഡ് കാണാതിരിക്കുന്നു. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ അവർ മാർസിലൊക്കെ പോയിട്ട് അവിടെ അവർ സിവിലൈസേഷനൊക്കെ തുടങ്ങി, അവിടുത്തെ പ്രശ്നങ്ങൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഞാൻ അതെങ്ങനെ മിസ് ചെയ്തത് ആലോചിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും കാണാൻ നിങ്ങൾക്ക് സൈഫൈ, ഈ സ്പേസ് ട്രാവൽ, സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ്, കുറച്ച് ഹിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനും കാണാനും താല്പര്യമുണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് ഫോർ ഓൾ മാൻകൈൻഡ്. അത് സ്പേസ് ട്രാവലിനെ കുറിച്ചിട്ടുള്ളതാണ്. പണ്ട് നമ്മൾ ചന്ദ്രനിലേക്ക് പോയി, പിന്നെ പോയിട്ടില്ലല്ലോ. 70 സംതിങ്ങിലാണ്, 78 എന്തോ ആണ് അവസാനമായിട്ട് നമ്മൾ മൂണിൽ പോയത്. പിന്നെ അതിന് ശേഷം നമ്മൾ മൂണിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? സോവിയറ്റ് യൂണിയൻ തകർന്നതുകൊണ്ടാണ്, റഷ്യക്കാർ തകർന്നു. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് ഇനിയിപ്പോൾ ആരെ കാണിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ആ ഒരു മൂൺ പരിപാടിയെ നിർത്തിയത്. പിന്നെ ഭയങ്കര ചിലവുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ് അത് നിർത്തിയത്. ഇപ്പോൾ റഷ്യക്കാർ തകർന്നിട്ടില്ലെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു സിനാരിയോയിലാണ് ആ ഒരു സീരീസേ വരുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ചീസി ആയിട്ട് തോന്നും, പക്ഷെ അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിങ്. നമ്മൾക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു പഴയൊരു വൈബായിരിക്കും സീരീസിൽ. പക്ഷെ ഓരോ സീസൺ കഴിയും തോറും ഭയങ്കര എന്താ പറയുക, പുതിയ സാധനങ്ങൾ വരുന്നു. ബഡ്ജറ്റൊന്നും നോക്കിയിട്ടില്ല. ആപ്പിൾ TV ആണ്, പൈസക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. മൂണിലുള്ള സിവിലൈസേഷൻ അത് കാണിക്കുന്നുണ്ട്. ഇപ്പം മാർസിലെത്തിയവർ, മൂണൊക്കെ കഴിഞ്ഞ് മാർസിലെത്തിയത് അതിൻ്റെ കുറേ സെറ്റപ്പൊക്കെ കാണിക്കും. എൻ്റെ അമ്മോ, ഈ സിനിമയിലൊക്കെ ഉള്ള പോലത്തെ അത്രയും സെറ്റപ്പ്. സോ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ
ഞാൻ സീരീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്താ ഇനിയിപ്പോൾ എന്തിനാണ് സമയങ്ങൾ, ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ സെക്ഷൻ, മൂവി റിവ്യൂസ്. സോ ആദ്യം കണ്ടത് റിലീസായിരുന്നു ഡിസ്ക്ലോഷർ ഡേ. നമ്മുടെ സ്റ്റീഫൻ സ്പിൽബർഗ് ആശാൻ്റെ ഡിസ്ക്ലോഷർ ഡേ ആണ് കണ്ടത്. സ്റ്റീഫൻ സ്പിൽബർഗ് കുറച്ച് കാലമായിട്ട് സിനിമ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഫാബിൾ മാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ കഥയോ അങ്ങനെ എന്തോ ആണ് പുള്ളി അവസാനമായിട്ട് എടുത്തത്. അതിന് മുന്നേ ഏതോ റെഡി പ്ലെയർ വണ്ണാണോ, കുറച്ച് എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പുള്ളി സിനിമ എടുക്കുന്നതിൽ. 2018 റെഡി പ്ലെയർ വൺ എടുത്തത്. 2021 ആ വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാബിൾ മാൻസ് ചെയ്തു. പിന്നെ ആണ് ഈ ഡിസ്ക്ലോഷർ ഡേ. അപ്പോൾ കുറച്ച് ആയി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിനിമ എടുത്തിട്ട്. അത് ശരിയാണ് കേട്ടോ. ഏതാ മോനെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെൻ്റെ വേറൊരു ചാനൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു ഏലിയൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ മൂന്ന് മണിക്കൂറൊക്കെ ഉള്ള പോഡ്കാസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണണം എന്നില്ല, കാണുമില്ല എനിക്കറിയാം. പക്ഷേ അതിൽ ഒരു സംഭവമുണ്ട്. അതായത് റോസ്വെൽ ക്രാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ട് 1947 നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് അതിനെക്കുറിച്ച് കുറേ റിസർച്ചും ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ പോഡ്കാസ്റ്റും ചെയ്തുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കത്തി. ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് റോസ്വെല്ലിൽ നടന്ന അന്നത്തെ ഈ ക്രാഷിന് കഴിഞ്ഞിട്ട് റിവേഴ്സ് എൻജിനീയറിങ് ചെയ്തിട്ട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ സീനിൽ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. ഇറ്റ് വാസ് ലൈക്ക് ക്രേസി. കാരണം ഞാനത് ചെയ്തിട്ട് എൻ്റെ ആ സാധനങ്ങളൊക്കെ മനസ്സിലുണ്ട്. റോസ്വെൽ ക്രാഷ്, ഏലിയൻസ് അങ്ങ് എപ്പോൾ വന്നു, എവിടെ നിന്നാണ് ഈ കോൺസ്പിരസി മൊത്തം തുടങ്ങിയത്, ആ സംഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് ഈ സിനിമയിൽ കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇത് എവിടെ തുടങ്ങി, എവിടെയാണ് നിൽക്കുന്നത്, എല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി എന്താ പറയുക റിലേറ്റബിൾ. അതല്ല, ഭയങ്കര ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയുള്ളത് കൊണ്ടും ഈ സംഭവം ഇതിനെക്കുറിച്ച് കുറേ നോക്കിയത് കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ടൊരു ആ ഒരു മൊമെൻറ്റ് കിട്ടി. ലൈക്ക് ഈ സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സ്പൂൺ ഫീഡിങ്ങേ ഇല്ല. സ്പൂൺ ഫീഡിങ്ങേ ഇല്ല എന്ന് പറഞ്ഞാൽ തുടക്കം മുതലുണ്ടല്ലോ ചെയ്സ് എന്നാണ് തുടക്കം. ചെയ്സ് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അടുത്ത് ഒരു ചങ്ങായി വന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വൈകി സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക. തുടക്കം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പകുതിയിൽ നിന്ന് തുടങ്ങുന്ന പോലെയാണ്. അപ്പോൾ ഒന്നുമില്ല, വരുന്നു, പിന്നെ നായകൻ ആരാന്നൊന്നും അറിയില്ല, നായകൻ വന്നു, വില്ലനെ ഏതോ ടീംസ് വരുന്നു, പിന്നെ തുടങ്ങി ചെയ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ എന്താ കഥ, എന്താ സംഭവം? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെയാണ് തുടങ്ങിയത്, ഒന്നും അറിയില്ല. അതായത് എന്തൊക്കെയോ നടക്കുന്ന പോലെയാണ് ആദ്യം തന്നെ, നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അടുത്ത വേള എന്നെ വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒന്നും ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് ഭയങ്കര ഒരു 2000 നമ്മുടെ ഈ ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സൊക്കെ ഓർമ്മയുണ്ടാകും. അതായത് ഒരു ശ്വാസം വിടാൻ ഒരു സമയമില്ല, പെട്ടേത് പോവും. കഥയുണ്ടാവും, എല്ലാ സ്റ്റോറി ഉണ്ടാവും, കുറച്ച് അവരുടെ ഒരു ഇമോഷൻസ് കാണിക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ടാവും. പക്ഷേ സ്റ്റോറി നിൽക്കില്ല. വില്ലനെ നായകനെ ചെയ്സ് പറഞ്ഞാൽ പെട്ടേന്ന് പോകും. അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിൻ്റെ തുടക്കം മുതൽ. സോ ഒരു 79 വയസ്സുള്ള ഒരാളാണ് ഇതിൻ്റെ ഡയറക്ടർ, അല്ലെങ്കിൽ ഇങ്ങനെ വയസ്സായിട്ടുള്ള ആളാണ് ഡയറക്ടർ. ഇപ്പോൾ റിഡ്ലി സ്കോട്ടൊക്കെ ഉണ്ട്. റിഡ്ലി സ്കോട്ടിനൊക്കെ ഇതിനേക്കാളും വയസ്സായി, 80 വയസ്സായി. പക്ഷെ പുള്ളിക്കാരന് പണ്ടത്തെ പോലെ റിഡ്ലി സ്കോട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം എടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഫ്ലോപ്പായി പോകുന്നു. നെപ്പോളിയൻ ഫ്ലോപ്പായിരുന്നു, ഗ്ലാഡിയേറ്റർ 2 ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫ്ലോപ്പുകളാണ്. പുള്ളി ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് എടുത്ത മാർഷ്യനാണ് നല്ല സിനിമയായിരുന്നു, അത് അടിപൊളി സിനിമയായിരുന്നു. അതിനുശേഷം അതാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു വയസ്സാവുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എന്താ പറയുക സഹായികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരിൻ്റെയൊക്കെ
ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് വന്നാലേ ഇത് സംഭവം വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ല, ഒരു വയസ്സായിട്ടുള്ള ഈ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ളടാ തെറ്റികളെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സിനിമ എടുക്കുമല്ലോ, എന്നിട്ട് വീണ്ടും ഫീൽഡ് ഔട്ട് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ വെറ്ററൻ ഡയറക്ടേഴ്സിൻ്റെ കാര്യം ഉണ്ടല്ലോ, അതായത് അവരിനെ കൊണ്ട് പണ്ടത്തെ പോലെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പുതിയ എന്തെങ്കിലുമൊക്കെ നോക്കും, പക്ഷെ അവർ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് അത് ഒരുമാതിരി ഉണ്ടാവും സിനിമ. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഏതാണ് മണിരത്നത്തിൻ്റെ മറ്റേ ഏതാണ് ഇപ്പോൾ അടുത്ത അവസാനം എടുത്തത്, മറ്റേ കമൽഹാസൻ്റെ തഗ് ലൈഫ്. പേര് കേട്ടപ്പോഴേ സംശയിക്കണ്ടായിരുന്നു, തഗ് ലൈഫ് എന്നൊക്കെ മീമിൻ്റെ പേരൊക്കെ എടുത്തിട്ടിരിക്കുക. അതിന് മുന്നേ PS2 ഒക്കെ ഒരു ലാസ്റ്റൊക്കെ എന്തൊക്കെയോ ആക്കി അങ്ങോട്ട് എന്തൊക്കെയോ ചെയ്ത് വിട്ട സിനിമയാണ്. ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ മലയാളത്തിൽ എടുത്ത ആരാണ്, ഷാജി കൈലാസ്, പിന്നെ അങ്ങനത്തെ ഓരോ ആൾക്കാരില്ല. അതായത് അവർ വെറ്ററൻസായി. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് അവരുടെ എല്ലാ ഫിലിം സ്റ്റൈലും മൊത്തം വിട്ടിട്ട് ഇപ്പോൾ റെഡി പ്ലെയർ 1 പറഞ്ഞിട്ടുള്ള സിനിമ, ഓക്കെ, റെഡി പ്ലെയർ 1 ചെയ്യുമ്പോൾ ഇപ്പോൾ 79, അപ്പോൾ എത്ര വയസ്സായിരുന്നു? 70 വയസ്സ് കഴിഞ്ഞല്ലോ. റെഡി പ്ലെയർ 1 എടുത്തിട്ട് നിങ്ങളൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അയാളത് ചോദിക്കുന്നത് ഈ ഗെയിമിങ്ങിനെ കുറിച്ച് ഇത്രയും എന്താ പറയുക ഇൻ ഡെപ്തിൽ പോയിട്ട് അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു സിനിമ, ഈ സിനിമ എടുത്ത ഡയറക്ടർക്ക് എത്ര വയസ്സുണ്ടാവും എന്ന് നിങ്ങളൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇത് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളെടുത്ത സിനിമയാണ്? ഒരിക്കലും പറയില്ല. ഇത് റെഡി പ്ലെയർ 1ക്കാളും ഈ ഗെയിമിങ് ജോൺറയിലുള്ള ഒരു സിനിമ, വീഡിയോ ഗെയിംസ് ജോൺറയിലുള്ളൊരു സിനിമ. ഇപ്പോൾ ഗെയിമെന്ന് അഡോപ്റ്റ് ചെയ്ത് മറ്റേ സിനിമ എടുക്കും, ഗെയിമിൻ്റെ സ്റ്റോറി എടുത്തിട്ട് അതുപോലെ സിനിമ എടുക്കും. ഇതല്ല, ഇത് ഗെയിമിനെ കുറിച്ചുള്ള, ഇത് ഗെയിം വേൾഡ് എങ്ങനെയാണ്, ഗെയിമിനുള്ളിലുള്ള ആൾക്കാർ എങ്ങനെയാണ്, ഫ്യൂച്ചർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സിനിമ. റെഡി പ്ലെയർ 1ൻ്റെയൊക്കെ ഓരോ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രാന്തായി പോകും. ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്കിത് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് സ്റ്റീഫൻ സ്പീൽബർഗ് എടുത്ത സിനിമയാണോ, എന്താ ഈ മനുഷ്യനൊക്കെ ഏതാണ് എന്ന് ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. ഏതാ സിനിമ? റെഡി പ്ലെയർ 1 എൻ്റെ വൺ ഓഫ് ദി എന്താ പറയുക എൻ്റെ ടോപ്പ് 10ലുള്ള സിനിമ ഓഫ് ഓൾ ടൈം. അത് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ചുമ്മാ കുറേ ഗെയിം, കുറേ വേൾഡ്, അതൊന്നുമല്ല. ഇത് അതിൽ പ്രോപ്പറായിട്ടൊരു സംഭവം, ഒരു മെസ്സേജിങ് ഉണ്ട്, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് റെഡി പ്ലെയർ 1. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് ദാറ്റ് മൂവി, ഓക്കെ, റെഡി പ്ലെയർ 1. അങ്ങനെ സ്പിൽബർഗിൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ അറിയാലോ, പുള്ളിക്ക് ഏലിയൻ ഒരു ഒബ്സഷൻ ഉണ്ട്. ET ഒക്കെ എടുത്ത് ഈ ഏലിയൻ എന്ന് പറഞ്ഞാൽ ഈ റിഡ്ലി സ്കോട്ടാണ് ഈ ഏലിയന് ഇങ്ങനത്തെ ഒരു അപമാനം ഉണ്ടാക്കി കൊടുത്തത്. അതായത് ഈ ഏലിയൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഏലിയൻ ഉണ്ടല്ലോ, പണ്ടത്തെ ഏലിയൻ. അപ്പോൾ ആ ഏലിയൻ പിടിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏലിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പിടിക്കാൻ വരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഈ പോപ്പ് കൾച്ചറിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇവർ വില്ലന്മാരായിട്ടാണ് നമ്മളെപ്പോഴും ചിത്രീകരിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് സ്പിൽബർഗ് ET എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്യുന്നതും. അത് ഒരു കുട്ടീൻ്റെ ഒരു ബന്ധത്തൊക്കെ ആയിട്ട് ആകെ ഒരു ഇമോഷണലായിട്ട് ലാസ്റ്റൊക്കെ നമുക്ക് കരച്ചിൽ വരും ഏലിയനൊക്കെ വിട്ടു പോകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്ത ആളാണ് സ്പിൽബർഗ് ആക്ച്വലി 2-3 സിനിമ ഏലിയനെ കുറിച്ച് മാത്രം ചെയ്തിട്ടുണ്ട്. സോ ഹി ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് ഒബ്സഷൻ. അത് പുള്ളി അതിനൊരു സർക്കിൾ അടിച്ച സിനിമയാണ് ഡിസ്ക്ലോഷറിൻ്റെ പേര് പോലെ തന്നെ ഒരു ഡിസ്ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉള്ള എന്തെങ്കിലും ആയിരിക്കും തന്നെ ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെയാണ്, കഥയൊന്നുമില്ല, ഫുൾ സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഭയങ്കര റെലവൻ്റാണ്. നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ അല്ലേ, ഈ war.gov/UFO എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അവർ ഇപ്പോൾ ഒരു 2 ബാച്ച് പുറത്തുവിട്ടിട്ടുണ്ട് ഏലിയൻ ഫയൽസിൻ്റെ. 2 ബാച്ചിലും
ഈ ഓരോ ഏലിയൻറ്റും ഈ അപ്പോളോ മിഷനിൽ അപ്പോളോ 11, 12 അപ്പോളോ 11, 12 ഉണ്ടല്ലോ, അതിലെല്ലാം പോയ ആൾക്കാർ പറയാണ് മൂണിൽ പോയിട്ട് അവരെന്തോ ഒരു ജീവനെ പോലെ സാധനം കണ്ടു എന്നാണ് അവർ പറയുന്നത്. സോ അത് ഇത്ര കാലം കോൺഫിഡൻഷ്യലാക്കി വെച്ച സാധനങ്ങളായിരുന്നു, അതിനൊക്കെ ഓരോന്ന് പുറത്ത് വിടുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ കുറേ മിഷൻസ്, ഈ മിലിറ്ററി മിഷൻസിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഓരോ അനോമലീസ് കണ്ടു എന്ന് പറഞ്ഞ സംഭവത്തിനെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അത് ഇപ്പോൾ ആ വെബ്സൈറ്റിലുണ്ട്. സോ ഏലിയൻസ് ആർ റിയൽ. ഓക്കെ, അപ്പോൾ അതന്നെ സംഭവം, അതിനൊരു സിനിമയാക്കി പോലെയുണ്ട്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാതെ പോയൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടാതെയല്ല, അതാണ് ഇതിൽ സ്പൂൺ ഫീഡിങ് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ക്ലൈമാക്സിൽ ഇതെങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കണമെന്ന് അതായത് ഇതിപ്പോൾ എങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കും? ഇപ്പോൾ ഏലിയൻസ് ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, അറിയുന്ന കാര്യമല്ല, എല്ലാവരും അവെയറായിട്ടുള്ള കാര്യമാണ് ഏലിയൻസിനെ കുറിച്ചുള്ള ചർച്ചകളും മറ്റേതൊക്കെ. പക്ഷെ ഇതിനെവിടെ കൊണ്ട് അവസാനിപ്പിക്കണം, അതിലിപ്പോൾ ഒരു 2-3 ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ടാകും. ഒന്നൊരു ഓപ്പൺ എൻഡിങ് പോലെ വയ്ക്കുക എന്നുള്ളത്, പിന്നെ ഒരു എന്താ പറയുക, എല്ലാം ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിൽ. കാരണം അതാണ് ഇത് ഭയങ്കര, ഇതെങ്ങനെ ഇത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഒരു വേൾഡ് വാർ 3 അടിയിലാണ് ഇത് നടക്കുന്നത്. ഇപ്പം ഇപ്പോൾ യുദ്ധമല്ലേ, ഇപ്പോൾ ഓൾമോസ്റ്റ് 3rd വേൾഡ് വാർ. അതിലും 3rd വേൾഡ് വാർ ഒന്നും ഇല്ല, അതിൽ നോർത്ത് കൊറിയക്കാർ എന്തൊക്കെയോ ചെയ്തിട്ട് 3rd വേൾഡ് വാർ നടക്കാൻ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഏലിയൻ റിയലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് വരികയാണ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് അല്ലേ? ഇപ്പോൾ ഇറാനും അമേരിക്കയും യുദ്ധം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഏലിയൻ്റെ ന്യൂസ് അമേരിക്കക്കാരനെ പുറത്ത് വിട്ടിക്കുക. ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് അതേത്, എക്സാക്ട്ലി ലൈക്ക് വാട്ട് ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. അത് എങ്ങനെയാണ് എടുത്തതെന്ന് അറിയാം. കാരണം സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടാവുമല്ലോ, 1-2 കൊല്ലം ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം എന്തായാലും എടുത്തായിരിക്കില്ലല്ലോ. സോ അതാണ് ആ കറക്റ്റ് സംഭവങ്ങൾ അതുപോലെ പ്രെഡിക്റ്റ് ചെയ്ത പോലത്തെ ഒരു സിനിമ, വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഇതിൽ അതാണ് ആ ഒരു ക്ലൈമാക്സ് ഒരു ഓപ്പൺ എൻഡിങ് ആണ്. ചിലവർക്ക് ഇഷ്ടമാവും, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അതായത് ആദ്യം ഫുൾ ചേസാണ്, ഒരു 3/4 ഭാഗം സിനിമയുടെ ചേസിങ് ആണ്. നായകനെയും ഈ വില്ലന്മാർ പോലത്തെ ആൾക്കാർ ചേസ് ചെയ്യണം. അവസാനം അത് മൊത്തത്തിലൊരു കലാശക്കൊട്ട് പോലത്തെ ഒരു സ്ഥലത്ത് എത്തുന്നു, ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. മറ്റേ റോസ്റ്റിൽ ഏതോ റോസ്റ്റ് എന്ന പേര് ഓർമ്മയില്ല, മൈറ്റാണോ ഏതോ ഒരു ചാനലാണ് അപ്പോൾ പറയുക. ഇനി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും എത്തി. അപ്പോൾ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെ അവിടെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും ഇതെന്താണ് നടക്കുന്നത്, ഞാൻ എന്താ കണ്ടത് എന്നുള്ള സംഭവങ്ങൾ അവർ പറഞ്ഞു തരുന്നത്. സ്പൂൺ ഫീഡ് കുറച്ച് ചെയ്തു തരുന്നത് അപ്പോഴാണ്. അതുവരെ നമുക്കൊന്നും അറിയില്ല, ഫുള്ളൊരു പോക്ക്. സോ ഇതിൽ വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ആ പോഡ്കാസ്റ്റ് ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഈ റിലീജിയൻ, അതായത് ഏലിയൻ ഉണ്ട്, ഇപ്പോൾ ഒരു ഏലിയൻ നാളെ വരികയാണ്, ഞങ്ങൾ ഏലിയൻസാണ് വന്നു കഴിഞ്ഞാൽ ആദ്യം അത് അഫക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിലീവേഴ്സിനെയാണ്. അതായത് ഈ ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. ഓക്കെ, കാരണം അവരുടെ ബിലീഫ് സിസ്റ്റം തകരുമല്ലോ. കാരണം ആരാണ് അവർ? ഈ സുപ്രീം ബീയിങ്സ് ആണോ? അപ്പോൾ ഇവരാണോ സുപ്രീം ബീയിങ്സ്? ഓക്കെ, അതായത് നാളെ ഇനി ഈ ഏലിയനെ ആയിരിക്കും ഇവർ ദൈവം എന്ന് വിളിക്കുക. മനസ്സിലായില്ല? കാരണം അവർ ഇത്രയും വേറെ ലോകത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ട്രാവൽ നടത്തി ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ പണ്ട് നടത്തിയ സംഭവങ്ങളെല്ലാം ഇനി ഇവരാണ് ചെയ്തതെന്ന് പറയുമോ? അപ്പോൾ ഇവരായിരിക്കുമോ ഈ ആകാശത്ത് വെളിച്ചം വന്നിട്ട് ഓരോന്ന് പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, ചന്ദ്രനെ പിളർത്തി എന്നൊക്കെ പറയുന്നത്, മറ്റേ പാലാഴി കടന്നു എന്നൊക്കെ പറയുന്നത്, മറ്റേ വെള്ളത്തിൽ കൂടെ നടന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ഏലിയൻസ് ആയിരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ
ഞാൻ ഇത്ര കാലം വിശ്വസിച്ച ദൈവമൊന്നും ദൈവമല്ലേ, ഇതൊക്കെ ഏലിയൻസ് ആണോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്ക് സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ജെനിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ബൈബിളിൽ എന്തോ സംഭവം പറയുന്നുണ്ട്. അതായത് മനുഷ്യന്മാർ തന്നെയാണ് ദൈവം എന്തോ ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാക്കിയെന്നോ അങ്ങനെ എന്തോ ഒരു ജെനിസിസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സുപ്പീരിയർ ക്രിയേഷൻസ് ഇൻ എർത്ത് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയത് ദൈവമാണെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഇവർക്ക് എന്ത് കിട്ടിയാൽ മതിയാവും, ഏലിയനാണോ അത് ദൈവം അയച്ചു വിട്ട മെസ്സഞ്ചേഴ്സാണ് അങ്ങനെയൊക്കെ പറയും. അവരുടെ അടുത്ത് വാദിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ എന്ത് കിട്ടിയാലും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ ഒരു സംഭവം കോൺസെപ്റ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഞാൻ അതിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിലിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. മിക്സ്ഡ് റിവ്യൂസാണ് ലെറ്റർ ബോക്സിലും ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ. ഇഷ്ടപ്പെടും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏലിയൻസ് പിന്നെ ഇങ്ങനത്തെ ഒരു 2000 ആ ഒരു കാലഘട്ടത്തിലെ ഒരു സിനിമകളുണ്ടല്ലോ, ഒരുപാട് പഴയതല്ല കേട്ടോ, ഭയങ്കര ഇങ്ങനെ ഫുൾ എനർജി ആയിരിക്കും. ഒരു മിനിറ്റ് നമുക്കൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ അതിന് കുറച്ച് സംസാരമോ അങ്ങനെ ഒന്നുമില്ല. ഫുള്ള് പടപടപടപടേ എന്നുള്ള അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, ലാഗില്ലാത്ത സിനിമ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ ആക്ച്വലി റോസ്വെൽ ക്രാഷിനെ കുറിച്ച് നിങ്ങൾ ആക്ച്വലി ഒന്നും ജസ്റ്റ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല, കാരണം അത് ഒരു 3 മണിക്കൂറുണ്ട്. ക്ഷമയുള്ളവർ അത് കണ്ടാൽ മതി. പക്ഷേ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് വേറെ യൂട്യൂബിൽ. റോസ്വെൽ ക്രാഷ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക. 1947 അതാണ് ആദ്യത്തെ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ ഒരു ഡിസ്ക് തകർന്ന് വീണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് അമേരിക്കയിലെ റോസ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു എയർക്രാഫ്റ്റ് തകർന്ന് വീഴുകയാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റ് തകർന്ന് വീഴുമ്പോൾ ആദ്യത്തെ ഇൻഫർമേഷൻ മീഡിയയിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക് പോലത്തെ എന്തോ ഒരു സാധനം തകർന്ന് വീണു എന്ന് പറയുകയാണ്. പിന്നെ അതിനെ നേരെ സേഫായിട്ട് അടുത്ത മിലിറ്ററി സ്ഥലത്തുകൊണ്ട് ആക്കുകയാണ്. ഓക്കെ, അതിന് ഒരുപാട് ന്യായീകരണമൊക്കെ പറഞ്ഞു. അതല്ലാതെ റഷ്യൻ്റെ എന്തോ ഹോട്ട് എയർ ബലൂൺ, അന്ന് കോൾഡ് വാർ നടക്കുന്ന സമയമാണ്, അപ്പോൾ റഷ്യൻ്റെ എന്തോ ഹോട്ട് എയർ ബലൂൺ വന്ന് വീഴാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവിടുത്തെ ആൾക്കാർ തന്നെ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഇത് വേറെന്തോ ആണ് എന്ന് പറഞ്ഞിട്ട്. കാരണം എന്നിട്ട് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം ഈ ചിപ്പ്, സെമി കണ്ടക്ടേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ, ഫൈബർ ഒപ്റ്റിക്സ്, കേബിൾ, അങ്ങനത്തെ സാധനങ്ങൾ മുഴുവൻ ഈ തകർന്നു വീണ റോസ്വെൽ ക്രാഷിന് തകർന്നു വീണ ആ ഒരു സംഭവത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ റിവേഴ്സ് എൻജിനീയറിങ് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്നാണ് കോൺസ്പിറസി. ഓക്കെ, സോ കൈൻഡ് ഓഫ് ദാറ്റ് അതിനെ മുഴുവൻ ഒരു സിനിമ ആക്കി അങ്ങനെ ഉണ്ടാവും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റീഫൻ സ്പിൽബർഗ് ഹീസ് ഇൻ ടു കോൺസ്പിറസി. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. കാരണം ഈ കോൺസ്പിറസിക്കാർ പറയുന്ന സംഭവമൊക്കെയാണ് ഇത്. റോസ്വെൽ ക്രാഷ്, റിവേഴ്സ് എൻജിനീയറിങ്, അത് ഇത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. അതിനെ മുഴുവൻ പിടിച്ചിട്ട് സിനിമ ആക്കിയിട്ടുണ്ട്. സോ ഹീസ് ഒബ്സസ്ഡ് വിത്ത്, ഓഫ് കോഴ്സ് ഹീസ് ഒബ്സസ്ഡ് വിത്ത് ഏലിയൻസ്. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ഒരു സാധനമായിട്ട് ആണ് ഈ ഒരു ഡിസ്ക്ലോഷർ ഡേ എടുത്തിരിക്കുന്നത്. ഐ വിൽ ഗിവ് 2 thumbs up for this movie. I don't care about anyone. Go watch it. ഞാൻ എപ്പിക്കിലാണ് കണ്ട്, പലാക്സിയിൽ ഹൈലൈറ്റിൽ. എപ്പിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ മറ്റേ അതിൽ ഫസ്റ്റിന് എഴുതി കാണിക്കുന്നുണ്ട് ഇത് എപ്പിക്കിന് വേണ്ടി മറ്റേ എടുത്ത സിനിമ ഒന്നും അല്ലാന്ന് എഴുതി കാണിക്കുന്നുണ്ട്. മേലെയും താഴെയും കറുപ്പ് ബാൻഡൊക്കെ ഉണ്ട്. ഐമാക്സിൽ ഉണ്ടായിരുന്നു. ഐമാക്സ് കോയമ്പത്തൂർ വരെ പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടതാണ്. ഞാൻ ആക്ച്വലി 3 സിനിമ ഉണ്ടായിരുന്നു റിലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച. സ്കേരി മൂവി കൂടെ ഉണ്ടായിരുന്നു. സ്കേരി മൂവി മാറ്റി വെച്ചു. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ സെൻസർ ബോർഡുകാർക്ക് പ്രാന്തായിട്ടുണ്ടോ ആ സിനിമ കണ്ടിട്ട് എന്നാണ്. സെൻസർഷിപ്പ് കൊടുത്തില്ല എന്ന് തോന്നുന്നു, അവർ മാറ്റി OTTയിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ 3 സിനിമ ഉണ്ടെങ്കിൽ ഐമാക്സ് പോയിട്ട് കാണാം എന്ന് വിചാരിച്ചാണ്, ബ്രോഡ്വേസിൽ പോകാൻ വിചാരിച്ചാണ്. സോ പറ്റിയില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ
ഡിസ്ക്ലോഷർ ഡേ. സോ അടുത്ത കണ്ട സിനിമ നമ്മുടെ ബാക്ക് റൂംസ് ആണ്. കുറച്ച് ദിവസമായി അവിടെ റിലീസ് ചെയ്തിട്ട്, നമ്മളവിടെ ഇപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ ഈ ഗെയിം പ്ലേ കാണില്ലേ, നമ്മൾ ഈ ചില ഈ ഹൊറർ ഗെയിംസിൻ്റെയൊക്കെ ഗെയിം പ്ലേ കാണില്ലേ, ഈ ഇങ്ങനെ പോയി ഒരു സ്ഥലത്തെനിക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്, ഒരു പ്രേതങ്ങൾ ഒരു രൂപങ്ങൾ വരും, അപ്പോൾ അതുകൊണ്ട് പേടിക്കും, ആ ഒരു പരിപാടി ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് തന്നെ. കുറേ സ്ഥലത്തൊക്കെ ജസ്റ്റ് ഗെയിം പ്ലേ നമ്മൾ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ ഗെയിം പ്ലേ കാണുന്ന ഒരു ഫീലിംഗ് ആണ് കുറേ സ്ഥലത്ത് നമുക്ക് കിട്ടുക. അങ്ങനത്തെ ഉള്ളൊരു ഹൊററാണ്. നിങ്ങൾക്ക് ഈ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ക്ലോസ്ട്രോഫോബിക് അല്ല, ഈ എന്താ പറയുക, മെയ്സിനെ പേടിയുണ്ടോ? എനിക്ക് ചെറുതായിട്ട് ഈ മെയ്സിനെ ഇത്തിരി പേടിയുണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ട് ഇങ്ങനെ സ്വപ്നമൊക്കെ അല്ലേ ചെറുപ്പത്തിലൊക്കെ, അതായത് നമ്മളിങ്ങനെ ഒരു മെയ്സിൽ പോയി പെട്ടു, ഓക്കെ, നമുക്ക് വഴി അറിയില്ല, പോകാൻ എങ്ങോട്ടാണെന്ന് അറിയില്ല, അതായത് പുറത്ത് കിടക്കാൻ വഴി അറിയില്ല, നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ നമ്മുടെ കുറേ പാസ്റ്റിലെ കുറേ മെമ്മറീസും ട്രോമയും നമ്മൾ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലെ മനസ്സിൽ, നമ്മുടെ കുറേ എന്താ പറയുക ഡാർക്ക് പാസ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ. അപ്പോൾ ഒരു റൂമിൽ പോകുമ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, നമ്മുടെ പാസ്റ്റിലെ കുറേ ഡാർക്ക് സാധനങ്ങൾ, പിന്നെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സിൽ കിടന്ന് നമ്മൾ വട്ടം കറങ്ങി ഇങ്ങനെ ഉണ്ടാവും, കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. അതാണ് ബാക്ക് റൂംസ് എന്ന സംഭവം. ഇത് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതും നമുക്ക് കുറച്ച് സ്പൂൺ ഫീഡിങ് ഉണ്ടാവുന്നു. ഒരു സ്പൂൺ ഫീഡിങ്ങും ഇല്ല. ഇറ്റ് വാസ് ലൈക്ക്, ഞാൻ ഒന്നാമത് പറഞ്ഞില്ല, ഡിസ്ക്ലോഷർ ഡേൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇതിലാണെങ്കിൽ അതിലേറെ ഒരു ഓപ്പൺ എൻഡിങ്, ലൈക്ക് വാട്ട് ദ ഫക്ക്. ഇത് ഞാൻ ഒരു 2-3 യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ ഉടനെ കണ്ടിട്ടും അവരൊക്കെ പറയണത് ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസിൽ അവർ അങ്ങനെ വിചാരിച്ചു, ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്നൊരു ഓപ്പൺ എൻഡിങ്ങാണ് ബാക്ക് റൂംസിൽ. ഞാൻ ശരിക്കും വിചാരിച്ചു തിരികെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ, ഇതിങ്ങനെയാണ് ഇതങ്ങനെയാണെന്നൊക്കെ. ഒന്നും പറഞ്ഞു തരില്ല ബാക്ക് റൂംസിൽ. ഈ ബാക്ക് റൂംസിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാക്ക് റൂംസ് കണ്ട് ശോഭ സിറ്റിയിൽ നിന്നാണ്. അതിൽ ഈ PVR-കാരൻ്റെ ഒരു തോന്നിവാസം ഉണ്ടല്ലോ, നമ്മളെ എൻട്രി മെയിൻ ലോബി കൂടെ ആയിരിക്കുമല്ലോ, ഈ എക്സിറ്റ് നമ്മൾ ഈ ഒരു ഗുദാമിൻ്റെ ഉള്ളിൽ കൂടെ, ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോണ പോലൊരു വഴിയായിരിക്കുമല്ലോ, കുറേ ഡോറുകൾ. ഈ സിനിമയിലാണെങ്കിൽ ഈ ഡോറ് തുറക്കുക, എവിടേക്കോ എത്തുക, ഡോർ തുറക്കുക, ട്രാപ്പിൽ പോവുക, ലൂപ്പിൽ പോവുക, പിന്നെ ഡോർ തുറക്കുക, ട്രാപ്പ് ആവുക, ലൂപ്പിൽ പോവുക. ഇത് തന്നെയാണ് സംഭവം, കറങ്ങാണേ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഡോറൊക്കെ കാണുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ഈ സിനിമ കഴിഞ്ഞിട്ട് എക്സിറ്റിൽ കൂടെ വിട്ടു. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ ആണ് കുറച്ച് നേരം ഉള്ളൂ ഒന്നാമത്. പിന്നെ ഈ എക്സിറ്റിൽ കൂടെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഒരു ഹോൾവേ, അതിൻ്റെ ഇടയിൽ കുറേ ഡോറുകൾ. ആകെ എനിക്കാണെങ്കിൽ ഡോറുകളിൽ നോക്കാൻ വയ്യാണ്ട് ഞാൻ ഇങ്ങനെ വേഗം പുറത്ത് കിടന്നു. ഇത്തിരി വെളിച്ചമൊക്കെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. ഈ PVR-കാരുടെ ഓരോ തോന്നിവാസങ്ങൾ ആ ലോബി കൂടെ വിട്ടപ്പം എന്താണ്. അപ്പോൾ ബാക്ക് റൂംസിൻ്റെ ഇൻ്റർനെറ്റ് ലോർ അറിയാലോ. ഞാനത് കുറേ എപ്പിസോഡ്സിൽ ഞാൻ ഒരേ കാര്യം പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ 2019 4chan വന്ന ജസ്റ്റ് ഒരു ഇമേജാണ്, ഒരു JPEG ഇമേജാണിത്. ഒന്നുമില്ല, നമ്മൾ ഇങ്ങനത്തെ കുറേ ഗെയിമുകൾ നമ്മൾ കളിച്ചിട്ടുണ്ടാകും. അതായത് കുറേ വാളുകൾ ഇങ്ങനെ ലൂപ്പിൽ പോയി പെടുക, എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുക, അവിടെ ഒരാൾക്ക് നമ്മളെ പിടിക്കാൻ വരും, സോ അവരിൽ നിന്ന് രക്ഷപ്പെടുക. അങ്ങനത്തെ പണ്ടൊരു ഗെയിം കളിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ബ്രിക്ക് വാളായിട്ടുള്ളൊരു ഗെയിമാണ്. എന്നിട്ട് നമ്മളന്ന് ഇങ്ങനെ പോവുക, എവിടേക്കോ എത്തും, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം എത്തണം പറഞ്ഞ് നടക്കുകയില്ല. അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്, എന്താ ഓർമ്മയില്ല, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കുറേ അതിപ്പോഴും ഉണ്ട് ഇഷ്ടം പോലെ. ബാക്ക് റൂംസിൻ്റെ തന്നെ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. സോ ആ ബാക്ക് റൂംസ് ഗെയിം റെഡിറ്റിലും മറ്റുള്ളവരുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഏറ്റെടുത്ത് അവരതിനെ ഓരോ
കഥയും ബാക്ക് സ്റ്റോറിയൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനെ ഈ കെയ്ൻ പാഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള 20 വയസ്സോ പയ്യൻ, അന്ന് അവന് 16 വയസ്സെന്തോ ഉള്ളൂ. അവനടുത്ത് 2022 എന്തോ കുറേ യൂട്യൂബ് വീഡിയോസ് അതിപ്പോഴും ഉണ്ട് അവൻ്റെ ചാനലുണ്ട്. കെയ്ൻ പിക്സൽസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതും ഇതുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. ഒരു ഇതിലങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമ നല്ല ക്വാളിറ്റിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഭയങ്കര സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കേട്ടോ. ഭയങ്കര സിനിമ അതില്ല, ഒബ്സഷൻ്റെ അത്രയൊന്നുമില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഭയങ്കര ക്വാളിറ്റിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, പേടിപ്പിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ബെസ്റ്റ് നിങ്ങളൊന്നും അറിയാണ്ട് പോയി കാണുകയാണ് ഏറ്റവും നല്ലത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ട്രാപ്പിലാവും, ഇതിപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അതാവും, നമുക്കറിയാം. അതറിയാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുറേ വീഡിയോസും ഇതൊന്നും കാണണ്ട ഇതിനെക്കുറിച്ച്. ഞാൻ കെയ്ൻ പിക്സലിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല, പക്ഷേ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഇത് കാണുമ്പോൾ ഒരു വലിയൊരു ഞെട്ടലില്ല. നമുക്കറിയാം പെട്ടു, ഇവൻ അതിനുള്ളിൽ പെട്ടു എന്നറിയാം. പിന്നെ അഭിനയിച്ചിരിക്കുന്നവർ ആകെ 2-3 പേരേ ഉള്ളൂ. കീടിലൻ ആക്ടിങ്. ഒരു തെറാപ്പിസ്റ്റായിട്ട് വരുന്ന ഒരു മേരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. തെറാപ്പിസ്റ്റിനെ ഒരു റിവെഞ്ച് പോലെയൊക്കെ ചെയ്യുന്നൊരു സാധനമുണ്ട്. എനിക്ക് എന്നെ മറ്റേ ഇതാക്കണല്ലടാ, ഞാനല്ലേ തെറ്റുകാരൻ പറയടാ, ആ സീൻ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു വെറൈറ്റി സംഭവം, ഒരു ഒറിജിനൽ സാധനം. അതാണ് ഒരു ഒറിജിനൽ സാധനം. ദ ബേസിക് സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ, അസിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നാഷണൽ ഒരു കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനി, ആ കമ്പനി ഈ ബാക്ക് റൂംസിനെ മാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു ട്രോമ നിറഞ്ഞ അങ്ങനത്തെ ഒരു സംഭവമാണ്, മനസ്സിലായി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അവരും പറഞ്ഞു തരുന്നില്ല, ആരും പറഞ്ഞു തരുന്നില്ല, ഒരു ഇമേജ് നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇതിന് പിന്നിൽ ഭയങ്കര അർത്ഥം കാര്യങ്ങളൊന്നുമില്ല. എന്നൊക്കെ നമ്മൾ കാണുന്നവർക്ക് എന്താ തോന്നുന്നത് അതന്നെ അർത്ഥം. ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ. ഞാൻ 4 യൂട്യൂബ് വീഡിയോ കണ്ടതിൽ 4 പേര് 4 കാര്യമാണ് പറയണം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മറ്റേ സാധനമാണ്. എല്ലാവരും ഒരേപോലെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് എന്താണ്, ഇത് ഒരേ സംഭവം എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാം. അല്ല, ഇത് ഓരോരുത്തരും ഓരോന്നാ പറയുന്നത്. ബേസിക്കലി നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ടാവും. അത് നമ്മളെ ഹോണ്ട് ചെയ്യാൻ വരും. അപ്പോൾ അതിനെ നമ്മൾ ഫേസ് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്കിത് മുഴുവനായിട്ട് ലാസ്റ്റ് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായത് എല്ലാവരുടെയും ഈ പാസ്റ്റ് ഇങ്ങനെ ഹോണ്ട് ചെയ്യും, എല്ലാവരുടെയും പാസ്റ്റ് ഉണ്ടാവും. നമ്മളെത്ര വളർന്നു വലിയ ആളായെന്ന് പറഞ്ഞാലും ആ ചെറുപ്പത്തിലുള്ള ആ ഒരു പാസ്റ്റ് നമ്മൾ ഹോണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് വേറെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കിഷ്ടമായി, പക്ഷേ ഇവർ പറയുന്ന അത്രയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസേ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചതാണ്. കാരണം ഒബ്സഷൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒബ്സഷൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞാണ് ഇത് പൊളിയാണ് സിനിമ ഒബ്സഷൻ എന്ന്. പക്ഷേ ബാക്ക് റൂംസ് ഇറങ്ങിയപ്പോൾ ഒരു മിക്സ്ഡ് ആയിരുന്നു. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് A24 സിനിമ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അതായത് ഈ A24 സിനിമകൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. ലൈക്ക് ഒരു സംഭവം ഉണ്ടാവില്ല. അവസാനം എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പേര് കാണിക്കും. അങ്ങനെയൊക്കെ ആണ് A24 ഒരു പ്രത്യേക. ഇവരിപ്പോഴാണ് ഈ കുറേ മെയിൻ സ്ട്രീം സിനിമകളൊക്കെ മാർട്ടി സൂപ്രീം പോലത്തെ സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതിന് മുന്നേ ഇവർ ചെയ്യുന്ന കുറച്ച് സിനിമകളുടെ മോനെ ഞാൻ A24 മിക്കവാറും ഓൾമോസ്റ്റ് ഒരു 90% കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഫിലിമോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തിട്ട് അതിൻ്റെ ഓരോ സിനിമയും ഞാൻ കണ്ട ആളാണ് ഒരു സമയത്ത്. കുറച്ചായി 3-4 കൊല്ലമായി.
അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ സിനിമകളായിരിക്കും 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ടാവുള്ളൂ. വെറൈറ്റി ആയിരിക്കും. വിച്ചസ് ഓർമ്മയില്ലേ? വിച്ചസ് ലാസ്റ്റ് എന്താ ലൈക്ക് വാട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇട്ടല്ല. ഈ ഹെറിഡിറ്ററിയിൽ പിന്നെ കുഴപ്പമില്ല, നമുക്കത് സംഭവം മനസ്സിലാവും. പക്ഷെ എന്നാലും ലാസ്റ്റ് വാട്ട് ദ ഫക്ക് നമ്മൾ ചോദിക്കില്ലേ, ആ ഒരു സംഭവമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് മൂവിയാണ്. 24കാർക്ക് പറ്റിയ സിനിമയാണ്. അവൻ അതേപോലെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവന്മാർ എന്ത് സ്ക്രിപ്റ്റ് കണ്ട് അപ്രൂവ് ചെയ്യുമെന്ന് ഇവനെ അറിയാം. അതുപോലെ സ്ക്രിപ്റ്റ്. ഈ അവസാനം ഒരു ബന്ധമില്ലാത്ത ഒരു എൻഡിങ്, അതായത് ഇതെന്തത് ഇങ്ങനെ എന്ന് ചോദിപ്പിക്കുന്ന ഒരു എൻഡിങ്. അതാണ് A24കാരുടെ ഒരു പരിപാടി. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് A24 ആണോ ക്ലൈമാക്സ് ഒരു സംഭവം മനസ്സിലാവില്ല, ഓപ്പൺ എൻഡിങ്ങിൻ്റെ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും അതായിരിക്കും. സോ അതുപോലത്തെ ഒരു എൻഡിങ്ങുമാണ്, അതുപോലത്തെ ഒരു സിനിമയാണിത്. വെറൈറ്റി ആൻഡ് ഒറിജിനൽ ആയിട്ട് എന്തെങ്കിലും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമാണ്, യു ക്യാൻ ഗോ തിയേറ്ററിൽ നിന്ന് കാണുകയായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു സൗണ്ട്, പിന്നെ സൗണ്ട് എഫക്ട്സ്, എൻ്റെ മോനെ മെയിൻ സാധനമില്ലേ, അതൊരു റിങ്ങിങ് സൗണ്ടൊക്കെ ഉണ്ട്. ഒരു കുറേ സൈലൻസാണ്, ശ്വാസം മാത്രം വലിയ ഇത് മാത്രമാണ് കുറേ സമയത്ത്. ബാക്കിയുള്ള സമയത്ത് ഇവരതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി പോകുമ്പോൾ വേറെ ഒരുമാതിരി സൗണ്ട്, അത് നമ്മളിത് കേൾക്കാത്ത പോലത്തെ ഒരു സൗണ്ട്. ഭയങ്കര ഇങ്ങനെ സൈലൻസ്, ഇങ്ങനെ ഒരു സൈലൻസാണ്. പക്ഷെ ഒരു എന്താ പറയുക, കുറേ സമയം സിനിമയിൽ സൈലൻസാണ്, ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള സാധനം. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് വേറെ തന്നെ. അപ്പോൾ അതാണ് എനിക്ക് സിനിമ കണ്ടിട്ട് ഞാൻ കാറിൽ വന്നിട്ട് ഒരു പാട്ട് വെച്ചപ്പോഴാണ് ഒരു സമാധാനം. ഇത് മൊത്തം അങ്ങനൊരു എന്താ പറയുക, ഒരു ഹോണ്ടിങ് സൗണ്ടായി. എന്തെങ്കിലും അല്ലേ FM പാട്ടോ എന്തെങ്കിലും വെക്കട്ടെ പറഞ്ഞിട്ട് വേഗം വന്ന് വെച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ആ ഒരു ഇരുട്ട് ഹോൾവേ കൂടെ എന്നെ വിട്ടില്ലേ അവന്മാര്, തെണ്ടികൾ PVR, ഇതൊക്കെ കൂടി ആയിട്ട് ആകെ ഡാർക്കായി ലാസ്റ്റ്. സോ വാട്ട് ഐ വിൽ ഗീവ് ഈസ്, ഐ വിൽ ഗീവ് എ തംസ് അപ്പ്. ഡബിൾ ഇല്ല, സിംഗിൾ തംസ് അപ്പ്. ആൻഡ് it's an A24 മൂവി, യു ഷുഡ് നോ ദാറ്റ്, ഓക്കെ? അല്ലാണ്ട് ഇതുവരെ മാസ് സിനിമ, ഈ മാസ് ഓഡിയൻസിനെ കാണേണ്ട സിനിമയല്ലത്. ഒബ്സഷൻ പിന്നെയും കാണാം, ഓക്കെ? ഒബ്സഷനായിട്ടാണല്ലോ ഇപ്പോൾ ഒരു കമ്പയറിങ്, അതുകൊണ്ടാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഒബ്സഷൻ പോലെയല്ല അത്. ഒബ്സഷൻ എല്ലാവർക്കും ഇത് ഇന്ന ആൾ, ഇന്ന വില്ലൻ, ഇന്ന പ്രേതം, ഇന്ന ആൾ, ഇന്ന പ്രശ്നം എന്നൊക്കെ നമുക്ക് അറിയില്ല. ഇത് അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സോ it won't get appreciated by the mass audience. That's it for Backrooms thumbs up. സോ അതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ റിവ്യൂസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ന്യൂസ് ഫോർ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ. സോ ആദ്യത്തെ ന്യൂസ്, നമുക്ക് ന്യൂസല്ല, ഞാൻ ഒരു ഷോർട്ട് ഇതിനെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, മോളിവുഡ് ടൈംസിലെ വില്ലൻ, ഓക്കെ? അതായത് ഇത് ഞാൻ അന്നേ പറഞ്ഞു ഇത് മറ്റേ അഭിനവൻ്റെ ബയോഗ്രഫിയാണെന്ന്, ഓക്കെ? പിന്നെ ഇവന്മാർ തന്നെ ലൈവിൽ മറ്റേ നസ്ലനും അഭിനവും വിനീത് ശ്രീനിവാസനും ബേസിലും പിന്നെ ആരോ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ വന്ന ലൈവിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത് അഭിനവൻ്റെ സ്റ്റോറിയാണ്, അഭിനവനെയാണ് സ്ക്രീനിൽ കണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണ്, ഇത് അഭിനവൻ്റെ കഥ തന്നെയാണ്. അതായത് വിനീത് ശ്രീനിവാസന് കുറേ അസിസ്റ്റന്റ്മാരുണ്ടായിരുന്നു ആ സമയത്ത്, ബേസിൽ, അഭിനവ്, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഓക്കെ, ആരെന്നറിയില്ല. അപ്പോൾ അവർ ഭയങ്കര അതിൽ ഏറ്റവും സ്കില്ലുള്ളതും മൂവി നോളജ് ഉള്ളതും ഭയങ്കരമായിട്ട് സംഭവം എടുത്തതും കിടിലന്നെ. പുള്ളിയുടെ ഏതൊരു ഷോർട്ട് ഫിലിം ബന്ധമുണ്ട് പണ്ട് എടുത്തത്, അത് കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഭയങ്കര ചാൻസ് ഉള്ളത് സിനിമ എടുക്കാൻ നെക്സ്റ്റ് ആർക്കാണ് ഏറ്റവും ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനവാണെന്നാണ് ആ സർക്കിളിലുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് സിനിമ ആരായിരിക്കും ഈ അസിസ്റ്റന്റ്മാരിൽ ചെയ്യുക, അഭിനവ്, കാരണം അവന് ഭയങ്കര സ്കില്ലുണ്ട് എന്ന് അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഓക്കെ? എന്നിട്ട് ആർക്കാ ചാൻസ് കിട്ടിയത്? ബേസിൽ.
എനിക്കിത് ബേസിലാണോ എന്ന് അന്ന് ഈ സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടർ ബേസിലാണോ എന്ന് എനിക്ക് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ബേസിൽ അതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ ആവുമോ? വിളിച്ച് അഭിനയിച്ചത് മറ്റേ ഉദയനാന്താരോ മോഹൻലാലിനെ വിളിച്ചിട്ട് തന്നെ മോഹൻലാലിനെ ഊക്കി വിടാൻ അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് വന്ന് നമ്മുടെ തറവാട്ടിൽ കയറി നോക്കുമ്പോൾ റെഡിറ്റിൽ കയറി നോക്കുമ്പോഴാണ് എല്ലാവരും ഇതേ കാര്യം പറയുന്നത്. ഇറ്റ്സ് ബേസിൽ അല്ലേ? ആലോചിച്ച് നോക്ക്, ഓരോ കാര്യങ്ങളെടുത്തോ. പിന്നെ ബേസിൽ അഭിനയിച്ച കാര്യം സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ആക്ടേഴ്സിന് എന്തിനാണ് ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്, ആക്ടേഴ്സിന് അവരുടെ ഭാഗം മാത്രം വായിച്ചു കൊടുത്താൽ പോരെ എന്ന് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ കുഞ്ഞിരാമായണത്തിൻ്റെയോ ഗോദയുടെയോ ട്രെയിലർ എഡിറ്റ് ചെയ്തത് അഭിനയമാണെന്നും പറയുന്നുണ്ട്. ഈ സിനിമയിലും അങ്ങനെ ചെയ്യുന്നില്ലേ? സംഗീത് ഈ നെസ്ലിനെ വിളിച്ചിട്ടല്ലേ നിൻ്റെ സിനിമ എങ്ങനെയുണ്ട് സിനിമ എന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ് അല്ലേ? അപ്പോൾ അതായത് ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ പോലെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്യും. പുറമേ കാണുമ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സ് പോലെ, പക്ഷെ ഇവരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു ഉള്ളിലുണ്ട് അല്ലേ? ആ സിനിമയിൽ അങ്ങനെയല്ലേ? പുറമേ മറ്റേ പത്രക്കാർ വരുമ്പോഴും മീഡിയക്കാർ വരുമ്പോഴൊക്കെ ഇവർ ഭയങ്കര ഫ്രണ്ട്സ് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് വേറെ തന്നെ സീനുകൾ അല്ലേ? NDA എഴുതിപ്പിക്കുക, ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. അഭിനവ് അങ്ങനെ ഒരു ഒന്നുമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ബേസിലാണെന്ന് നമ്മൾ എത്തിയത് തന്നെ എങ്ങനെയാണ്? ചിരി, തമാശ പറയുന്ന ആളാണെങ്കിൽ അയാളെപ്പോഴും അണ്ടർ ഡോഗ് ആയിരിക്കും, എല്ലാവർക്കും അയാളുടെ ഇഷ്ടമാവും. ബസ്സിൽ പിടിച്ച് നടക്കുന്ന ആൾ, ഈ അഹങ്കാരിനെ പോലുള്ള ആൾ, പണ്ടത്തെ പൃഥ്വിരാജിനെ പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഹങ്കാരിയാണ്, ഇവനെ എല്ലാം അറിയാം, ഇവനൊക്കെ ഏതറ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ ഓവർ റേറ്റഡ് ആക്കും, അല്ലെങ്കിൽ ഇവനെ അഹങ്കാരിയാണെന്നുള്ളൊരു ലേബല് അവന് കിട്ടും. ചിരിച്ച് കളിച്ച് എല്ലാവരും തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നൈസാക്കാം. അതാർക്കിട്ട് ഉറക്കുള്ള കൊട്ടാണ്. പിന്നെ ക്ലാസിക്സ് കണ്ടിട്ടില്ല, ബേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്ലാസിക്സ് കണ്ടിട്ടില്ല എന്ന് അല്ലേ? പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താണ്, മറ്റേ ഇതാണ് ആദ്യത്തെ മറ്റേ മോൺസ്റ്റർ മൂവി, ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആ കണ്ട ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറയണേ. ഇനിയും കുറേ കാര്യങ്ങളുണ്ടാവും. ആ സിനിമ ഒന്ന് OTT കണ്ടിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ടൊന്ന് അരിച്ച് പെറുക്കി സാധനങ്ങൾ ചെയ്യാൻ. ചിലപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സംഭവം ഉണ്ടാവും, അത് സട്ടിലായിട്ട് പറയാനായിരിക്കും അഭിനവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലേ? ഇപ്പോൾ ഇന്ന ആളാണ് എന്ന് പറയില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ചേഞ്ചസൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇയാളാണോ എന്നുള്ള സംശയം വരുത്തിയാലും മതിയല്ലോ. അഭിനവ് അങ്ങനെ ഒരു മണ്ടനാൾ അല്ലെങ്കിൽ എന്താണ് ഈ വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഹിസ് വെരി ഇറ്റ്സ് വെരി ലൈക്ക് കണ്ണിങ് ആക്ച്വലി. ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് സിനിമയിൽ ഒരാൾക്കും നന്ദിയില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല, കാരണം അത് ആളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനാണ്. സിനിമയൊക്കെ മുടങ്ങി ഞാനിത് കഴിഞ്ഞതിലും പറഞ്ഞതാണ്. കാരണം മറ്റേ ഏതൊക്കെയാണ് ജോജിയിലെ ഇയാൾ മറ്റേ മുകുന്ദനുണ്ണിയിൽ എഴുതിയ പോലെ ജോജി, എനിക്ക് തോന്നുന്നു അച്ഛനെ കൊന്ന ആ സംഭവം തന്നെയായിരിക്കും ജോജിയിൽ അതേപോലെ വന്നു. പിന്നെ ട്രാൻസിൽ അതേപോലെ വന്നു. പുള്ളി എഴുതിയ സ്റ്റോറി പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് ഈ മുകുന്ദനുണ്ണി ആയിരിക്കുന്നത് ലാസ്റ്റ്. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എടുത്ത് പോകുമ്പോൾ ബേസിലാണോ എന്ന് സംശയിക്കുന്നതിൽ ഈ സിനിമയിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബേസിൽ എഡിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഈ സിനിമയിലും അതേപോലെ കാണിക്കുന്നുണ്ട്, വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സിനിമ എത്ര ശത്രുവാണെങ്കിലും സിനിമ വിളിച്ച് കാണിച്ചു കൊടുത്ത് അതിലിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ, അതിനിപ്പോൾ എന്താ ട്രെയിലറിനല്ലേ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
മറ്റേ സിനിമ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും എഡിറ്റ് ചെയ്ത് നല്ലതാക്കാനല്ലേ നോക്കണ്. മനസ്സിലായ? അഭിനവ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ ബേസിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റേ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണം പറഞ്ഞാൽ അത് സീന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നോ അങ്ങനെ എന്തൊക്കെയോ അതിൽ അങ്ങനെയും പറയുന്നുണ്ട്. അതും കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. സോ അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. റെഡിറ്റിൽ ബേസിലാന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ അപ്പീലൊന്നുമില്ല. റെഡിറ്റുകാർ പറഞ്ഞാൽ അറിയാല, ഒന്നും അറിയാണ്ട് അവരൊന്നും പറയില്ല. ചായ ടീംസിന് അറിയാലോ, നാട്ടിൽ എന്തെങ്കിലും ഒരു ഇല അനങ്ങിയാൽ അവിടെ അറിയും. അതാണ് സീന്. അപ്പോൾ അതിനായിരിക്കും മിക്കവാറും. പിന്നെ അടുത്തത് തീട്ട കേസ് അതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ പോഡ്കാസ്റ്റൊക്കെ തുടങ്ങിയ സമയത്താണ് ആ ഒരു ഷാജഹാനും ഇവരും എന്ത് ഗ്യാങ്ങാണ്, എനിക്ക് ഗ്യാങ്ങിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഇവരത് MRC, അയാളുടെ ഏതോ ഒരു ടീംസ് കുറേ വാണങ്ങളിലൊക്കെ പിടിച്ചിരുത്തിയ ഒരു സംഭവം അന്നേ ഞാൻ പറഞ്ഞാണ്. അതായത് ഈ സ്ട്രീമിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈവ് കാണുന്ന സ്ട്രീമിങ് ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് കേൾക്കും, അതെന്തോ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതിലിപ്പോൾ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ആക്റ്റീവ് ലിസണിങ് അല്ലല്ലോ. സ്ട്രീം ആണെങ്കിലും ആരെങ്കിലും ഇരുന്നിട്ട് മറ്റേ സ്ട്രീം ഇങ്ങനെ അങ്ങനെ ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ അല്ല അസൈൻമെൻറ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള വല്ല വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ റീൽസ് കാണുമ്പോഴോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പ്ലേ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ സ്ട്രീം ആണെങ്കിലും പോഡ്കാസ്റ്റ് ആണെങ്കിലും. ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരണമെങ്കിൽ എന്തെങ്കിലും കേൾക്കണം, പോഡ്കാസ്റ്റ് എന്തെങ്കിലും കേട്ടാലേ എനിക്ക് ഉറക്കം വരുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെവിയിൽ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കും. ഒരു 10 മിനിറ്റ് കേൾക്കും, പിന്നെ ഉറങ്ങുമ്പോൾ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ സ്ട്രീമിങ്. പിന്നെ അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും സിനിമ ഇറങ്ങുന്നുണ്ട്, എല്ലാ ആഴ്ച ഇഷ്ടംപോലെ ന്യൂസുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷേ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സ്ട്രീമിംഗ് ഉണ്ട്. ഹസൻ പൈക്കറിനൊക്കെ അറിയില്ലേ? പിന്നെ ആരാണ്, പിന്നെ ഒരുത്തരുണ്ടല്ലോ ഒരു തൊപ്പിയിട്ടിട്ട് വരണോ, എന്താ അതിൻ്റെ പേര്, അങ്ങനെ കുറേ സ്ട്രീമേഴ്സ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ സ്ട്രീമേഴ്സ് എങ്ങനെയാണ്, അപ്പോൾ ഓരോ ദിവസവും അത്രയും പൊളിറ്റിക്കൽ സംഭവങ്ങൾ നടക്കുകയല്ലേ. അപ്പോൾ അവർക്ക് നിൽക്കാനും ഇരിക്കാനും സമയമില്ല. അവർക്ക് ഡെയിലി സംസാരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാകും. ഓക്കെ, ഈ ലൈഫ് വ്ളോഗാണ് എന്ത് വ്ളോഗ്, ഡേ ഇൻ ലൈഫ്, അങ്ങനത്തെ ഈ വ്ളോഗ് എടുക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ അവരുടെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളിത് ഞാനൊക്കെ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ എന്താണ്, കാണാൻ നല്ല രസമൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ കാണുമ്പോൾ ശരി എന്നുകൊണ്ട് കണ്ടുവിടും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം, ബേൺ ഔട്ടാവും നമ്മൾ. കാരണം ഒരു ദിവസം ഒന്ന് റെസ്റ്റ് പറ്റില്ല. വ്യൂസ് പോവും, ഫോളോവേഴ്സ് കുറയും, ആൾക്കാർ ഇതെന്താ ഇവൻ ഫീൽഡ് ഔട്ടായോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതും എസ്തെറ്റിക് പരമായിട്ട് ചെയ്യണം. വെറുതെ എന്തെങ്കിലും തട്ടിക്കൊട്ടി ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കണം, നല്ല പാത്രത്തിലിട്ട് ആക്കാൻ പറ്റില്ല. അത് നല്ല വൃത്തിയുള്ള പാത്രം, അതിൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വെച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡെയിലി വീഡിയോ ഇടണമെങ്കിൽ പണി വല്ലതുണ്ട്. ഓക്കെ, അതേപോലെയാണ് ഈ ട്രാവൽ വ്ളോഗേഴ്സും. അവർക്ക് പിന്നെ എക്സ്പെൻഡിച്ചറാണ്, പൈസ ഇറക്കിയിട്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞാൽ തലവേദന നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അവിടുത്തെ എന്തൊക്കെ പഠിക്കണം, കറൻസി അല്ല, എവിടെ പോയി കറൻസി മാറ്റണം നോക്കണം, എവിടെ താമസിക്കണം നോക്കണം, അടുത്തുള്ള സ്ഥലമാണ് നോക്കണം, അവിടെ പോയി വല്ലതും ഈ ഗൈഡ് പാക്കേജ് പോലത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇനി അതില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പോകണം. സ്വന്തമായിട്ട് പോകുമ്പോൾ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ, അതെങ്ങനെ, ഇതെങ്ങനെ, ഇതെല്ലാം നോക്കണം. അതിൻ്റെ കൂടെ വീഡിയോ എടുക്കണം, അപ്പം അതിൻ്റെ കൂടെ സംസാരിക്കുകയും വേണം.
പിന്നെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് നോക്കണം, ഏത് റെസ്റ്റോറൻറ്റ് നല്ലത് നോക്കണം. ഗൂഗിളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ലതാണെന്ന് പറയും. അതേ സാധനം വീഡിയോ യൂട്യൂബിൽ നോക്കുമ്പോൾ പറയും ഇത് തല്ലിപ്പൊളിയാണ് പറയും. എൻ്റെ പൊന്നോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി ഈ ട്രാവൽ വ്ളോഗ് ചെയ്യണവന്മാരൊക്കെ സമ്മതിക്കണം. മലയും കുന്നും കയറാൻ പോകണവർ അത് വേറെ, അവിടെ ഇപ്പോൾ ഒന്നും നോക്കാനില്ലല്ലോ, മല കുന്ന് എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ അവിടെ ഉള്ളൂ. ഈ വേറെയുള്ള ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് പോയി, ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി, ഹോട്ടലിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ടൂറിസ്റ്റ് പ്ലേസിൽ പോയി, ടൂറിസ്റ്റ് പ്ലേസസിൽ പോയി, അങ്ങനെ ചെയ്യുന്നവരില്ലേ, ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അതേ സമയത്ത് അത് കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ പണിയാണെന്നാണ് ബേസിക് ഉദ്ദേശിക്കുന്നത്. അതേ സാധനം ഈ സ്ട്രീമിങ്ങിലേക്ക് വരുമ്പോൾ സ്ട്രീമേഴ്സ് എന്താ ചെയ്യുക? ഗെയിം കളിക്കും. ഈ ഗെയിം കളിക്കുന്നത് എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. എങ്ങനെയാണ് ഈ അതായത് ഭയങ്കര റേറ്റിംഗ് ഉള്ള ആൾ, ഭയങ്കര സ്കില്ലുള്ള ഒരാൾ ആ ഗെയിം കളിക്കുമ്പോൾ അത് കാണുക അല്ലേ? അങ്ങനെയാണോ? അതോ ഈ ഇപ്പോൾ പുതിയൊരു ഗെയിം ഇറങ്ങി, അപ്പോൾ അത് ആരുടെ കയ്യിലും ഇല്ല, അപ്പോൾ അവൻ അത് കളിക്കുമ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരാണോ ഈ സ്ട്രീമാണെന്ന് എനിക്ക് ഈ ഗെയിമിംഗ് സ്ട്രീം ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് എനിക്കിതുവരെ ഒരു ഐഡിയ ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലിപ്സ് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ഇങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ റിയാക്ഷനോ അല്ലെങ്കിൽ ഈ ചാറ്റ് ഉണ്ടാവില്ല, ഗെയിം ചാറ്റ്, അതിൽ ഈ ഫീമെയിൽ സ്ട്രീമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ഫീമെയിലാണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ചാറ്റിൽ ഓരോരുത്തർ സംസാരിക്കുന്ന അതിൽ ഓരോ ഊക്കി വിടുമല്ലോ, എൻ്റെ കിച്ചൺ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനത്തെ കുറേ ഈ സംഭവങ്ങൾ തമാശയ്ക്കുള്ള അങ്ങനത്തെ കുറേ ക്ലിപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഗെയിമിങ്ങിൻ്റെ സ്ട്രീമിങ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്ട്രീമിങ് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കായ്സനാറ്റിൻ്റെയൊക്കെ സ്ട്രീമിങ് എന്താ ഒരു ഭയങ്കര സംഭവം എന്ന് പറയണം, നോക്കാമല്ലോ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ബോറിങ്. ആക്ച്വലി നത്തിങ് ഈസ് ഹാപ്പനിങ്. ഇവർ കുറേ മീം എടുക്കും, ഇവർ കുറേ റിയാക്ട് ചെയ്യും, അതിനെ കുറച്ചൊക്കെ എന്തൊക്കെയോ പറയും, പിന്നെ കുറേ ഗസ്റ്റുകളൊക്കെ വരും, അങ്ങനെ എന്തൊക്കെയോ ആണ് അതിൽ സംഭവിക്കുന്നത്. ബേസിക്കലി നമ്മളതിലില്ല, നമ്മൾ വെറുതെ കാണുകയുള്ളൂ. എനിക്ക് ആ സംഭവമേ അറിയില്ല, ഞാൻ കാണാറുമില്ല സ്ട്രീം എന്താണ് കാണാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഒന്നാമത് അതൊന്നും കാണാൻ സമയവുമില്ല. ഇവന്മാരൊക്കെ രാത്രിയാണ് സ്ട്രീം ചെയ്യുക. രാത്രിയൊക്കെയാണ് ഞാൻ ഈ ഗെയിമിങ്ങിൻ്റെ സ്ട്രീമൊക്കെ കണ്ടിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആക്റ്റീവ് ലിസണിങ് അല്ലല്ലോ, പാസീവ് ആണല്ലോ. നമ്മൾ രാത്രി എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടുന്ന പോലത്തെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ പറയാൻ വന്നത് ഇങ്ങനെയുള്ള സ്ട്രീമേഴ്സിന്, അതായത് പൊളിറ്റിക്സ് ഇല്ല, ഗെയിമിങ്ങിലാണ് എല്ലാവരും തുടങ്ങുക. പിന്നെ ഗെയിം മാത്രമായിരുന്ന ഈ ഗെയിമിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമല്ലേ കാണുള്ളൂ. ഈ ഇത്തിരി വലിയ ആൾക്കാരൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കോമളത്തരം ചെയ്യുക, കോമഡി ആക്കാൻ നോക്കുക. ഇതൊക്കെ എവിടെയാണ് ഇതിലൊക്കെ കോമഡി എന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ കാണിക്കുന്നതൊക്കെ ഈ ഓരോ എന്താ പറയുക, ആരും പ്രതീക്ഷിക്കാത്ത ഓരോന്നൊക്കെ കാണിക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു ഫൺ പോലെ ഓക്കെ. എന്നിട്ട് അവസാനം ഇത് ബേൺ ഔട്ട് ആവും. കാരണം ഒരു എൻഡിലെത്തുമല്ലോ. ഇത് എന്ത് കാണിക്കും, കുറേ കാലം എന്ത് കാണിക്കും. പിന്നെ കുറേ ഗസ്റ്റിന് ഇപ്പോൾ മറ്റവന്മാരൊക്കെ ഈ വേറുള്ള സ്ട്രീമേഴ്സൊക്കെ ഈ കായ്സനാറ്റിനെ പോലുള്ളവന്മാർക്ക് ഇപ്പോൾ കെവിൻ ഹാർട്ടിനെയും മറ്റേ ഒരു ഗുണ്ടപ്പുണ്ടല്ലോ, എൻ്റെ പേരെന്താണ്, തമാശയൊക്കെ പറയണ ഒരു ചങ്ങായിണ്ട്. അപ്പോൾ അവനെ കൊണ്ടുവരിക, അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെയാണ് പുറമുള്ള സ്ട്രീമേഴ്സ്. അവരെന്താ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ എന്താണോ അവർ ചെയ്യുന്നത്, സ്പീഡിനെ പോലെയാണല്ലോ തൊപ്പിയൊക്കെ പണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ മുടിയൊക്കെ അങ്ങനെയായിരുന്നു, കാണിക്കലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ബേസിക്കലി. സ്പീഡിന് ഒരുത്തം വിളിച്ചിട്ട് റൊണാൾഡോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ CR7 സൂയി എന്ന് പറഞ്ഞപ്പോൾ അവൻ ഫുള്ള് ഫുട്ബോളിലേക്ക് പോയി. ഇപ്പോൾ അവൻ മുഴുവൻ ആരുടെ കൂടെയാണ്, ഫിഫ പ്രസിഡൻറ്റിൻ്റെ കൂടെയാണ് സ്ട്രീം ചെയ്യുന്നത് വേൾഡ് കപ്പിന് പോയിട്ട്. സോ ആ ഒരു ലെവലിലേക്ക് എത്തി. അതായത് എന്തെങ്കിലും ഒരു നീഷ് പിടിക്കുക. അപ്പോൾ അമേരിക്കക്കാർക്ക് എന്താണ് ഫുട്ബോൾ എന്നേ അറിയില്ല, സോക്കർ എന്നാണ് അവർ വിളിക്കുന്നത്. പക്ഷേ വേൾഡിൽ എല്ലാവർക്കും ഫുട്ബോളിനെ കുറിച്ച് അറിയാം. അപ്പോൾ എന്തായി, സ്പീഡ് ഇപ്പോൾ ഇൻ്റർനാഷണലായി. കാരണം അവന് മനസ്സിലായി ഈ അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല,
ഈ സോക്കർ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുട്ബോൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കാൻ വേൾഡ് ഫേമസ്, സ്പീഡ് എന്ന് മനസ്സിലായി. സോ ആ ഒരു നീഷിലേക്ക് സ്പീഡ് പോയി. ഓക്കെ, ഇപ്പോൾ കൈസനാറ്റോ മറ്റുള്ളവരൊക്കെ സ്റ്റക്കായിരിക്കുന്നത് ഇതാണ്, എന്താണ് സ്ട്രീമർ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തൊക്കെയോ ഈ കൈസനാറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ദേ നീഡ് കോൺട്രവേഴ്സീസ്, ദേ നീഡ് fucked up things to happen constantly to make content. അല്ലെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് ഇല്ല. ഇപ്പോൾ ഹസൻ പൈക്കറിന് കോണ്ടൻറ്റിൻ്റെ ഒരു ക്ഷാമവും. ട്രംപിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഡെയിലി വേണമെങ്കിൽ ഒരു 8 മണിക്കൂർ ഇരിക്കുക, ഓരോ സംഭവങ്ങളും എടുത്തെടുത്ത് പറയാം. അത് പൊളിറ്റിക്കൽ സ്ട്രീമിങ് വെരി ഈസിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. പൊളിറ്റിക്കൽ സ്ട്രീമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ല. പൊളിറ്റിക്കൽ സ്ട്രീമിങ് വെരി ഈസി. ഇപ്പം ഇന്ന് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എടുത്ത് അലക്കാമല്ലോ. അപ്പം അതുപോലെ ഈ എൻ്റർടൈൻമെൻറ്റ് ന്യൂസും മറ്റും സിനിമയെ കുറിച്ചും പറയുന്നത് തീരുന്നുണ്ടോ? ഇല്ല, അവസാനിക്കുന്നേ ഇല്ല. ഒരു സിനിമ ഈ ആഴ്ച ഒരു സിനിമ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അടുത്ത ആഴ്ച വരുന്നു, പിന്നെ അടുത്ത ആഴ്ച 21-ാം തീയതി തൊട്ട് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ തുടങ്ങുന്നു. അപ്പോൾ ആഴ്ചയ്ക്ക് നമുക്ക് ഓരോ എപ്പിസോഡിനെ അനലൈസ് ചെയ്യുക. അങ്ങനെ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കോണ്ടൻറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത മാസം ഒഡീസി ഇറങ്ങുന്നു, പിന്നെ അതിൻ്റെ അടുത്ത മാസം സ്പൈഡർമാൻ ഇറങ്ങുന്നു, ഈ മാസം സൂപ്പർ ഗേൾ ഇറങ്ങുന്നു. ബിസി ആണ് നമ്മൾ ഫുള്ള്, ഒഴിവില്ല, ശ്വാസം വിടാൻ സമയമില്ല. പക്ഷെ സ്ട്രീമിങ് അങ്ങനെയല്ല, അവർക്ക് കോൺട്രവേഴ്സി വേണം. ജെട്ടിയിട്ട് ഡാൻസ് കളിക്കണം, കോമാളിത്തരം ഓരോന്ന് കാണിക്കണം. ആ കോമാളിത്തരം എല്ലാവരും വന്നിട്ട് നല്ലൊരു എന്ത് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല, അതും മറ്റേ ഭ്രാന്തെടുത്ത പോലെ കാണിക്കണം. കാരണം അങ്ങനെ കാണിച്ചാലേ ഒരു കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ബേസിക്കലി അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് കാണിക്കുമ്പോൾ നമ്മളൊരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ബേൺ ഔട്ടായി, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴാണ് ഈ അടിച്ച് പിരിയലും ഈ മറ്റുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഈ സ്ട്രീമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. റംബിൾ, കിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കുറേ പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ, ഈ സ്ട്രീമേഴ്സ് ചെയ്യുന്ന ആൾക്കാരിനെ നല്ല എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് അവർ എക്സ്ക്ലൂസീവായിട്ട് മേടിക്കുന്നത്. അവരുടെ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ ഇതിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ദേ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മണി ടു ഡു ക്രേസി തിങ്സ്. ക്രേസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈസ തരാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഭ്രാന്ത് പോലെ കാണിച്ച് അവസാനം അത് കാണിച്ച് ആ ഒരു അവസാനം എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് ഇവിടെ ബേസിക്കലി സംഭവിച്ചിരിക്കുന്നത്. അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് കിട്ടുന്നപ്പോഴാണ് അന്ന് ആ ഷാജഹാൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നെ ഈ ഒരു സംഭവത്തിൽ അല്ലേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് എല്ലാവർക്കും അങ്ങനെ ഇതെന്താ മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് എല്ലാവരും പറയുന്നത് കാണുന്നത് മുഴുവൻ പിള്ളേരാണ്. ഈ പിള്ളേർക്ക് അവിടെ നിർത്തണൊക്കെ സമയം ഈ ഒരു 3 മിനിറ്റ് മറ്റേ റീല് ചെയ്താൽ നമ്മുടെ അടിയിൽ കമൻറ്റ് വരും, സിനിമയുടെ പേര് ആദ്യം പറയടാ, ഇത് പറയടാ എന്നൊക്കെ. സിനിമയുടെ പേര് ആദ്യം പറഞ്ഞ പൊമ്മ ആ റീലേ കാണില്ല, അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് വിടും. നമ്മളത്ര വിശ്വാസമാണ്, പേര് പറഞ്ഞാൽ മതി ആ സിനിമ അവർ കണ്ടോളും. 3 മിനിറ്റ് റീല് കാണാൻ വഴിയാത്ത ആൾക്കാരാണ് ഈ സ്ട്രീമൊക്കെ ഇരുന്ന് കണ്ടിട്ട് കാണുന്നത്. സോ ഇടയ്ക്കൂടെ ഒരു സങ്കടം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സ്ട്രീമേഴ്സിൻ്റെ കാര്യം. ഇതിപ്പോൾ ഈ പ്രശ്നമല്ല, ഏത് പ്രശ്നമായാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇവർക്ക് എപ്പോഴും കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടേയിരിക്കണം. അത് പുറത്താണെങ്കിൽ എൻ്റെ പെണ്ണിനെ നീ തട്ടിയെടുത്തു, അവൻ്റെ പെണ്ണിനെ ഇവൻ പിന്നെ എന്തെങ്കിലും ചെയ്തു, പിന്നെ ഇവൻ്റെ പെണ്ണ് അവൻ്റെ കൂടെ പോയി, അവൻ്റെ പെണ്ണ് ഇവൻ്റെ പെണ്ണ്, ഈ പെണ്ണ് ആ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും പുറമെ ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തതൊക്കെ അതായിരിക്കും. ഈ ഒരു ഹൗസിലേക്ക് ഈ പെണ്ണ് വന്നു, അപ്പോൾ ഈ പെണ്ണ് ഇവനാണ് കൊണ്ടുവന്നു, പക്ഷേ ഇവൻ്റെ ബ്രേക്കപ്പ് ആയിട്ട് വേറെ ചെക്കൻ്റെ കൂടെ പോയി, പിന്നെ ആ ചെക്കൻ ഈ ചെക്കനും അടി, പിന്നെ അങ്ങനത്തെ കുറേ പെണ്ണ് കേസായിരിക്കും ഇനി അടുത്തുണ്ടാവാൻ പോകണം. അങ്ങനെയാണ് പുറത്തൊക്കെ.
സോ ഉണ്ടായിക്കൂടായികയില്ല. ഇതൊക്കെയാണ് ഈ സ്ട്രീമേഴ്സിൻ്റെ ഒരു വേൾഡിൽ നടക്കുന്നത്. അത് വേറെ തന്നെ ഒരു ലോകമാണ്. അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ വെറുതെ ഈ ഇവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ അതോ ഇനി പെട്ട് കഴിഞ്ഞാൽ ഊരാനാണോ എന്നറിയില്ല, എല്ലാ തെളിവും എടുത്തു വെച്ചിരിക്കുക. ഇവൻ ഓരോന്ന് വേണ്ടാത്തത് പറയുന്നത്, തൊപ്പി ഓരോ വേണ്ടാത്തത് പറയുന്നത്, ഇവന്മാർ കഞ്ചാവ് കൊണ്ട് വെക്കുന്നത്, പോക്സോ ആണെന്ന് പറയുന്നത്. അപ്പോൾ പോക്സോ ആണെന്നവൻ അന്നേ അറിയാം, പക്ഷെ പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞാൽ ഇതൊന്നും പുറത്താക്കിയല്ലോ. ഏതായി നല്ല എൻ്റർടൈൻമെൻറ്റാണ്. അതാണ് കണ്ട. ഞാനിപ്പോൾ സ്ട്രീമൊന്നും കണ്ടിട്ടില്ലേ. നമ്മൾ ഈ ട്രോൾ വീഡിയോസും റിയാക്ഷനും പിന്നെ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയുക, ക്രേസി തിങ്സ് അല്ലേ സംഭവിക്കുന്നത്. നോർമൽ ഷിറ്റാണെങ്കിൽ ആർക്കും വേണ്ട, ഒരു തെണ്ടിയും കാണില്ല. ഇതൊക്കെ ഡെയിലി നടക്കുന്നല്ലേ പറയും. പക്ഷേ ഇങ്ങനത്തെ ക്രേസി ഷിറ്റാകുമ്പോൾ എല്ലാവരും കാണും. ഇരുന്ന് വാണോടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരിക്കുക. അതെന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത്? വൈ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നീ എന്തിനാണ് അവൻ വാണോടിക്കുന്ന വീഡിയോ എടുത്തു ചെയ്യുന്നത്? അതെന്തിനാ എടുത്തു ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാൾ കൂട്ടുകാരൻ്റെ വാണോടിക്കുന്ന വീഡിയോ എടുത്തു വയ്ക്കോ? എന്തിനാണ്? അറിയില്ല. കഞ്ചാവിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കുക. കഞ്ചാവിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ എന്തിനെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെ കാണിക്കാനാണ് എന്ന് വാങ്ങി പറയാം. ഈ വാണോടിക്കുന്ന വീഡിയോ ഒക്കെ എന്തിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്? എന്നിട്ട് അവൻ ഗേയാണെന്ന് പറയും, ഇവൻ കഞ്ചാവാന്ന് പറയാം, പോക്സോ എന്ന് പറയാം. പോക്സോ ഒക്കെ കുറ്റമാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതൊക്കെ വെറുതെ ചുമ്മാ അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയില്ല, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരില്ലേ? ഇതൊന്നും ആലോചിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ സ്ട്രീമേഴ്സിൻ്റെ വേൾഡിൽ നടക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രീമർമാരുടെ പ്രശ്നത്തിൽ നമ്മൾ ഓരോ അഭിപ്രായമോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വെറുതെ ആവും. കാരണം ഒരു 1-2 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവന്മാരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി ഒന്നാവും. കാരണം ഇനി ഒന്നിക്കുമ്പോഴേക്കും ഇനി കൂടുതൽ റീച്ച് കിട്ടാമെന്ന് അവർക്ക് തോന്നിയിട്ട് ഇനി ഇവർ ഒന്നാവും. വീണ്ടും അടിച്ച് പിരിയും. വീണ്ടും ഏതെങ്കിലും ഒരുത്തനെ ഇവനാണ് എല്ലാത്തിനും കാരണം വന്നിട്ട് അവനെ പുറത്താക്കും. പിന്നെ അത് വേറെ പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രശ്നങ്ങൾ വേണം, എന്നാലേ ഇവർക്ക് കോണ്ടൻറ്റ് ആവുള്ളൂ. കോണ്ടൻറ്റ് ഉണ്ടെങ്കിലേ പൈസ വരുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. ആൾക്കാർ വരുള്ളൂ, ആൾക്കാർ കാണാൻ വരുള്ളൂ, കാണാൻ വന്നാലേ പൈസ കിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അപ്പം നമ്മൾ ഒരുപാട് ഈ തീട്ട കേസിൻ്റെ അഭിപ്രായവും അതൊന്നും പറയാൻ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത ഈ ആഴ്ചയിൽ നടന്നൊരു അപരാധം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹാപ്പി റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ തിയേറ്ററിൽ, മറ്റേ സവിത അതിലാന്ന് തോന്നുന്നു, എറണാകുളത്ത് അടിച്ച് പൊളി, ഒരേ പൊളിയാണ്. ഈ റിലീസ് ഈ എല്ലാവരുടെയും റിലീസ് കണ്ട അത്ര നന്നായിരിക്കുമൊന്നുമില്ല. ഞാനിവിടെ ഏതാണ് രാവണപ്രഭുവിനെ, എൻ്റെ നാട്ടിലൊരു തിയേറ്റർ രാവണപ്രഭു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വരൂ ആ സീന് മോഹൻലാൽ ആദ്യം വന്നപ്പോൾ മാത്രമേ ക്ലാപ്പ് ചെയ്തു, പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബട്ട് ഈ ഫാൻസുകാരൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുക, ചിലപ്പോൾ ഈ കോളേജ് മുഴുവൻ, ചിലപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ പിള്ളേർ മുഴുവൻ പോകുന്ന അങ്ങനത്തെ വല്ല ഷോക്ക് ഉണ്ടാവില്ലേ. അതിപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല. ബട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയ, അത് നമുക്ക് കാണുമ്പോൾ ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നും. ഏതോ ചങ്ങായി മധുമിത എന്നല്ലേ, മധുമിത എൻ്റെ ആടാ അതൊക്കെ പറഞ്ഞിട്ട് ഫുൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു ക്രഞ്ചൊക്കെ ആയിട്ട് തോന്നും. ബട്ട് it's so happy to see that. കുറേ ആൾക്കാർ അടിച്ച് പൊളിക്കാനെ കണ്ടു. സോ ഹാപ്പി റിലീസ്. ഞാൻ പണ്ട് ഹാപ്പി എൻ്റെ ഇവിടുത്തെ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കണ്ട സിനിമയോ അങ്ങനെ എന്തോ ആയിരുന്നു
അത് ഞാൻ ചെറുതായിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാമല്ലോ, ഒന്നെങ്കിൽ വീട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ പിള്ളേരുണ്ടാവും. ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ എന്തോ ആണ്. കാരണം അന്ന് എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു അല്ലു അർജുൻ തെലുങ്ക് പടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഈ ബിറ്റ് പടമാണ് ഇവിടെ സാധാരണ വരിക. അപ്പോൾ തെലുങ്ക് പടം എന്തൊക്കെയോ ഡബ് എന്ന് പറയുമ്പോൾ അന്ന് എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. ടൗണിലൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. സോ ഫസ്റ്റ് ഹിറ്റോ മറ്റേ ആര്യ 2-ന് ശേഷം അല്ല ഹാപ്പി വന്നത്, ആര്യ 2-ന് ശേഷം ഹാപ്പി വന്നത് ആദ്യത്തെ കുറേ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ അങ്ങനെ എന്തോ ആയിരുന്നു, അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. സോ ഹാപ്പി ടു സീ പീപ്പിൾ എൻജോയിങ് റിലീസസ്. കുറേ പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും ആൾക്കാർ അടിച്ചു പൊളിക്കാൻ ക്രിഞ്ചൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് ഹാപ്പി ടു സീ പീപ്പിൾ ആർ ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് ഈ ആഴ്ച കണ്ടൊരു വേറെ സംഭവം. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ ന്യൂസുകളൊന്നുമില്ല. പിന്നെ കുറച്ച് അനൗൺസ്മെൻറ്റുകളാണ്, ഇഷ്ടം പോലെ പുതിയ കുറേ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ വിഡോസ് ബേ ഉണ്ട് ആപ്പിൾ ടി വിൻ്റെ ഇപ്പോഴത്തെ ഹൊറർ കോമഡി സീരീസ്, ഞാൻ ആദ്യം പറഞ്ഞത്, അത് സെക്കൻഡ് സീസൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലയനസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്പൈ വർക്ക്, CA മിഷൻ, മിലിറ്ററി അങ്ങനത്തെ തീമുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ഷുഡ് വാച്ച് ദിസ് സീരീസ്. ഇറ്റ്സ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് സീരീസ്, ലയനസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ സോയി സൽഡാനയാണ് ഇതിൻ്റെ മെയിൻ, നിക്കോൾ കിഡ്മാനും സോയി സൽഡാനും ഒരു ഫീമെയിൽ ലീഡ്സാണ് മുഴുവൻ. ഞാൻ അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് അധികം അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ സെക്കൻഡ് സീസൺ കുറേ മുന്നേ ഇറങ്ങിയതാണ്, അപ്പോൾ തേർഡ് സീസൺ ഒന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അന്ന് ഈ സെക്കൻഡ് സീസൺ കഴിഞ്ഞത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, തേർഡ് സീസൺ വരുമോ, എവിടെയെങ്കിലും റെഡിറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നിട്ട് കുറേ സെർച്ച് ചെയ്താൽ ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് ചിലവരൊക്കെ പറഞ്ഞത്. അവസാനം എന്താ ചെയ്താൽ ഓഗസ്റ്റ് 2-ാം തീയതി തേർഡ് സീസൺ വരുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. വാട്ട് ദ ഫക്ക്. ഷൂട്ടിംഗ് തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോഴാണ് മാറ്റ് റീവ്സ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ബാറ്റ്മാൻ സെക്കൻഡ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷ വാർത്ത. അപ്പോൾ ഈ പാരമൗണ്ട് പ്ലസ്സിലാണ് വരുന്നത്. പാരമൗണ്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും ഈ ലൈനസ് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യു ഷുഡ് വാച്ച് ഇറ്റ്. വേറെ തന്നെ സീരീസാണ്. അതായത് വലിയ ഗ്രാൻഡ് സ്കെയിലാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ സീനൊക്കെ ഉണ്ട് മോനെ. സെക്കൻഡ് സീസണിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ യുദ്ധമല്ല, മീൻസ് ഒരു അറ്റാക്കിൻ്റെ ഒരു ആംബുഷിൻ്റെ സീനുണ്ട്. ഓ, സിനിമയെക്കാൾ ക്വാളിറ്റി ഉണ്ട്. സിനിമയിൽ പോയി 10-15 മിനിറ്റല്ലേ കാണുള്ളൂ. ഇതൊരു ഫുൾ എപ്പിസോഡ് വെടിവെപ്പ് സീനായിരുന്നു. മിലിറ്ററി സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ ഹാർട്ട് ഓഫ് ദി ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CID മൂവീസിലത്തെ ജർമ്മൻ ഷെപ്പേർഡിനെ പോലത്തെ ഒരു ജർമ്മൻ ഷെപ്പേർഡും ബ്രാഡ് പിറ്റിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. പിന്നെ അത് നൈസായിരുന്നു. പിന്നെ അടുത്ത കാര്യം നമ്മുടെ സ്ലോ ഹോഴ്സസ് വരുന്നുണ്ട് സെപ്റ്റംബർ 16-ാം തീയതി. എത്രാമത്തെ സീസൺ? 6-ാമത്തെ സീസൺ. ഫാൻ സർവീസ് അല്ലെങ്കിൽ കാണുന്ന ഫാൻസിന് ഒരു വില കൊടുക്കുന്ന ആകെ ഒരു സീരീസ് ഇപ്പോഴുള്ളൂ എന്നാണ് ഞാൻ പറയുള്ളൂ. സ്ലോ ഹോഴ്സസ് ഇത് ഇറങ്ങിയിട്ട് അത്രയൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. അപ്പിക്കുന്ന അടുത്ത സീസൺ വന്നു കഴിഞ്ഞു. ഏത് സീന്? ആപ്പിൾ ടി വിയിലുള്ള സീരീസാണ്. ഇതും സ്പൈയും ഈ ബ്രിട്ടീഷിലെ MI6 ഉണ്ടല്ലോ, MI6ൻ്റെ കഥയാണ്. ഇത് അടിപൊളിയാണ്. ഇതും സെപ്റ്റംബർ 16-ാം തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ബെയറിൻ്റെ ഫൈനൽ സീസൺ വരുന്നുണ്ട് ജൂൺ 25-ാം തീയതി. ഈ മാസം ജൂൺ 25-ാം തീയതി ബെയറിൻ്റെ ഫൈനൽ സീസൺ വരുന്നു. നല്ലൊരു, മിക്കവാറും ഒരു ഹാപ്പി എൻഡിങ് ഒന്നും കൊടുക്കില്ല. എന്തെങ്കിലും നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടി ഓരോന്നായിരിക്കും ചെയ്യിക്കുക, അറിയില്ല. പിന്നെ ജൂൺ 26-ാം തീയതി നമ്മുടെ ലാരി ഡേവിഡിൻ്റെ എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഈ സൈൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു ഭയങ്കര ഫ്രണ്ട്സിനൊക്കെ മുന്നേ ഫ്രണ്ട്സായിരുന്ന അത്ര ഹിറ്റായിരുന്ന ഒരു സീരീസാണ് സൈൻഫീൽഡ്. അപ്പോൾ അത് എഴുതിയ ആളാണ്. അപ്പോൾ ഇയാളുടെയാണ് മറ്റേ വേറൊരു കേർബ് യുവർ എൻതൂസിയാസം എന്ന് പറഞ്ഞിട്ട് ഈ ലാരി ഡേവിഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു സീരീസ് അങ്ങോട്ട് എത്ര സീസൺ അറിയാം, 10-20 സീസൺ എന്തൊക്കെയോ ഉണ്ട്. കുറേ കൊല്ലം, ഈ 2000 തൊട്ട് 2024 കൊല്ലം ഓടി സീരീസ്.
ആലോചിച്ച് നോക്ക്, 2000 തൊട്ട് 2024 വരെ. അത് പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, റിയൽ ലൈഫ് പോലെ തന്നെ. ഇയാൾക്ക് കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫണ്ണാണ്. അതായത് എന്താ പറയുക, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡാണ് പുള്ളിയുടെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു വയസ്സായി ചങ്ങയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഈ മീംസിൻ്റെ ലാസ്റ്റ് ഈ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി കാണിക്കില്ലേ, അത് ഈ കേർബ് യുവർ എന്തൂസിയാസത്തിൻ്റെ ഔട്ട്രോണ്. അതായത് കഴിഞ്ഞിട്ടുള്ള പോണ സാധനമാണ് ആ ഒരു തീമും ആ ഒരു മ്യൂസിക്കും. സോ പുള്ളിക്കാരൻ്റെ പറഞ്ഞു വന്നത്, പുള്ളിക്കാരൻ്റെ പേഴ്സ്യൂട്ട് ഓഫ് അൺഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സീരീസ് വരുന്നുണ്ട്. ലുക്സ് ഫൺ. അത് ജൂൺ 26 HBO Max. HBO എന്ന് പറയുമ്പോൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും അത് വരുന്നുണ്ട്. പിന്നെ വീണ്ടും ആപ്പിൾ ടി വി സിംഗിൾ ഹാൻഡഡ്ലി ക്യാരിയിങ് ദ സൈഫൈ ജോൺറ എന്ന് വേണമെങ്കിൽ പറയാം. ജൂലൈ 3 സൈലോൻ്റെ എത്രാം സീസണാണ്, 3rd or 4th എന്തോ ആണ് ആ സീസൺ. സൈലോൻ്റെ പുതിയ സീസൺ വരുന്നുണ്ട് ജൂലൈ 2. ഓക്കെ, അപ്പോൾ ജൂലൈ 3. അപ്പോൾ ഇത് ഹൗസ് ഓഫ് ദി ഡ്രാഗനൊക്കെ റണ്ണിങ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ആപ്പിൾ ടി വിയിൽ സൈലോൻ്റെ റബേക്ക ഫെർഗൂസൻ്റെ ജൂലൈ 3 വരുന്നുണ്ട്. സൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനാണ്. നമ്മൾ ഒരു ലോകമൊക്കെ അവസാനിച്ചു, അപ്പോൾ നമ്മളെല്ലാവരും ഒരു അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുറമെ എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഔട്ട്സൈഡ്. സെക്കൻഡ് സീസൺ, അതായത് ലാസ്റ്റ് സീസൺ, എനിക്ക് അതാ ഓർമ്മയുള്ളൂ. ലാസ്റ്റ് സീസണിൽ ഇവർ പുറത്ത് പോവും. പുറത്ത് പോകുമ്പോൾ വേറെ തന്നെ കുറേ സീനുകളുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ലൈക്ക്, ഞാനും ഒരു അങ്ങനെ വന്നിട്ട് കാണാൻ തുടങ്ങിയത്, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് കാണാൻ തുടങ്ങിയതാണ്. കുറച്ച് സ്ലോ ആണ്, ഉള്ളത് പറയാമല്ലോ, കുറച്ച് സ്ലോ ആണ് തുടക്കം. പിന്നെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാണ്. പിന്നെ റബേക്ക ഫെർഗൂസൺ അറിയാമല്ലോ, ഷീസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. സോ ഇത്രയും അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറേ മിസ്സായി ചെയ്തിട്ടുണ്ടാവും. സോ ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. ഉറക്കമൊന്നുമില്ല. ആരെങ്കിലും ഈ രാവിലത്തെ കളി, ഈ 3 മണിൻ്റെ കളിയൊക്കെ വഴി നമ്മൾ ഉറങ്ങാണ്ട് കാണാം, അത് നോ പ്രോബ്ലം. ഈ 6 മണിൻ്റെ 7 മണിൻ്റെയൊക്കെ കളി എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. ഉറങ്ങാണ്ട് ഇരുന്ന് കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് ഹൗ ഈസ് ദിസ് ഈവൻ പോസിബിൾ? 3 മണിൻ്റെ കളി വെച്ചോ വേണമെങ്കിൽ 4 മണിൻ്റെയും കളി വെച്ചോ വേണമെങ്കിൽ കാണാം. ഈ 6 മണി 7 മണിയൊക്കെ അറിയില്ല. അല്ലാതെ വെച്ചിട്ട് അടിക്കാൻ പറ്റുന്നില്ല, അതാണ് സീന്. ബാക്കിയെല്ലാം കാണുന്നുണ്ട്. സോ ആരൊക്കെയാണ് ഏതൊക്കെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമൻറ്റ് നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ന്യൂസ് ഓഫ് ദി വീക്ക്. സോ ലെറ്റ്സ് ഗോ ഫോർ ദി മൂവീസ് ആൻഡ് സീരീസ് റിലീസിങ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ദിസ് മന്ത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി അടുത്ത ആഴ്ച ഒരൊറ്റ സിനിമ മെയിനായിട്ട് കാണാനുള്ളൂ. നമ്മുടെ ബാലൻ സീനായിരിക്കും. പിന്നെ വേറെ സിനിമകളൊന്നുമില്ല. പിന്നെ ഫ്യൂരിയസ് എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഭയങ്കര റേറ്റിംഗുള്ള നമ്മുടെ റെയ്ഡ് 2 ഇല്ലേ, റെയ്ഡ് 2 ഒക്കെ പോലത്തെ ഒരു സിനിമയാണ്. ഭയങ്കര ആക്ഷനാണ്, തുടക്കം മുതൽ അവസാനം വരെ ആക്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റാൻഡമായിട്ട് ഒരു ആക്ടർ നമ്മൾ കണ്ടിട്ടും ഉണ്ടാവില്ല കേട്ടിട്ടും ഉണ്ടാവില്ല, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫുൾ ആക്ഷൻ ചെയ്യും. അവരതിൽ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ റെയ്ഡ് 2 പോലത്തെ സിനിമയാണ്. റെയ്ഡ് 2 ഒന്നും നമ്മൾ തിയേറ്ററൊന്നും കണ്ടിട്ടില്ല. സോ ആ സിനിമ ഈ ആഴ്ച ഇറങ്ങേണ്ടതാണ്. ഇതിപ്പോൾ എന്താണ് മാറ്റിയിരിക്കുന്നത് അറിയില്ല. 19-ാം തീയതിയാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. സോ അത് വരുന്നുണ്ട് 19-ാം തീയതി. 2 സിനിമ ലോക്ക്ഡൗൺ. ഒന്ന് ബാലൻ ഈസ് വെരി ഹൈപ്ഡ്. ഐ ആം ഹൈപ്ഡ് ഫോർ ഇറ്റ്. ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്. വലിയ ഹൈപ്പൊന്നും ഇല്ല, അങ്ങനത്തെ സിനിമയാണ്. ഡാർക്കായിരിക്കുന്നത് തോന്നുന്നു. ഡാർക്ക് ആയാൽ മതിയായിരുന്നു. കുറേ ഡാർക്ക് സിനിമ കണ്ടിട്ട്. ബാലനാണ് മോസ്റ്റ് അവൈറ്റഡ് മൂവി ദിസ് വീക്ക്. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്ത സിനിമ 26-ാം തീയതി നമ്മുടെ സൂപ്പർ ഗേൾ ഇറങ്ങുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഹോൾ പ്ലാൻ ഫോർ ദിസ് മന്ത്. പിന്നെ 21-ാം തീയതി നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ചെയ്യുന്നുണ്ട്. സോ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കഷൻ എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഡിസ്കഷൻ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ വേറെന്താ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് OTTൻ്റെ കാര്യം കൊണ്ട് നോക്കാം. OTTയിൽ ഏതാണ് സിനിമ, മറ്റേ ഇതിറങ്ങിയിട്ടുണ്ട്, എന്തായാലും പേര് കറുപ്പ് പ്രൈമിൽ, ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ട്.
ദൃഢം ഇറങ്ങിയിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഡിജിറ്റൽ റിലീസിൽ മൈക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. ഫുള്ള് ഇയാളുടെ ലൈഫിനൊക്കെ അവരുടെ വേർഷനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആമസോണിൽ ഞാൻ കണ്ടില്ല, കാണാൻ പോവാണ്. ആമസോണിൽ റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് അത്ര. സോ ഇറ്റ്സ് ഓൾസോ കുറേ റിവ്യൂസ് കേട്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് കാണുന്നുണ്ട്. കണ്ടിട്ട് നമുക്കതിനെക്കുറിച്ച് നല്ലതാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ഷോർട്സോ റീൽസോ എന്തെങ്കിലും ചെയ്യാം. റാക്ക് എന്നാണ് പേര്. എന്തോ പോലീസ് സ്റ്റോറി എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ വിഡോസ് ബേ ഈ ആഴ്ച എൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും, 10ാമത്തെ എപ്പിസോഡായിരിക്കും. ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ദാറ്റ്. പിന്നെന്താണ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്ക്. സീ യു നെക്സ്റ്റ് വീക്ക്.